സാറിന്റെ വീഡിയോ വിസിബിൾ അല്ല, PPT വിസിബിൾ ആണ്. എന്റെ വീഡിയോ ഞാൻ ഓൺ ആണ്. ഞാൻ 2 സിസ്റ്റത്തിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു വീഡിയോ കാണുന്നില്ല. ഈ ഓഡിയോ ഉള്ളതിലല്ല വീഡിയോ ഉള്ളത്, വേറൊരു ഇതില്ല, എന്റെ ലാപ്ടോപ്പിൽ നിന്നുള്ളതില്ല. ഓക്കെ സർ, അതൊന്ന് പിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. പിൻ ചെയ്യാം. കാണുന്നുണ്ടോ ഇപ്പൊ? ഓക്കെ സർ, ഇപ്പൊ കാണാം. ഓക്കെ ആണ് സർ. ഞാൻ പറഞ്ഞു വന്ന ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ കരിയർ കൗൺസിലിംഗ് എന്നുള്ള ഈ ഒരു മേഖല എല്ലാവർക്കും ഒന്ന് വിശദമായി പരിചയപ്പെടുത്താം. എല്ലാവരും ആമുഖമായിട്ട് അതിന്റെ ഒരു വിശദാംശങ്ങളും പറഞ്ഞു തരാം എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഈ ഒരു വാക്ക് നമുക്ക് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്, നമുക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. പ്രധാനമായിട്ടും നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു മാനസിക പ്രയാസം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ, തുടർന്നോളൂ. സാധാരണ രീതിയിൽ ഒരു മാനസിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് വരുന്ന ഒരു ചികിത്സാ പദ്ധതിയുടെ രൂപമായിട്ടാണ് പലപ്പോഴും നമ്മൾ കൗൺസിലിങ്ങിനെ, നമ്മൾ സൈക്കോതെറാപ്പി പോലുള്ള അതിന്റെ ഒരു ചെറിയ രൂപം നിലയ്ക്ക് കൗൺസിലിംഗ് എന്നുള്ളതിനെ നമ്മൾ കരുതുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനുള്ള എന്താണ് ഈ കരിയർ കൗൺസിലിങ്ങിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും സംശയിച്ച് കാണാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പ്രാക്ടീസും അതെ ഈ രീതിയിൽ അത് വളരെ വിശദമായുള്ള മറ്റൊരു പ്രാക്ടീസിങ് മേഖല കൂടിയാണ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ആദ്യം കിടക്കാം. അപ്പൊ അതിൽ ഒരു പ്രധാനമായിട്ടും എന്താണ് കരിയർ കൗൺസിലിംഗ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഈ രീതിയിലാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡ് മാറ്റിക്കൊള്ളട്ടെ, അടുത്ത മുന്നോട്ടേക്ക് ഒന്നുകൂടി മാറ്റിക്കൊള്ളു. അതെ, അപ്പൊ ഇവിടെ കരിയർ കൗൺസിലിംഗിന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കരിയർ കൗൺസിലിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഗൈഡിംഗ് ഇൻഡിവിജ്വൽസ് ടു മേക്ക് ഇൻഫോംഡ് കരിയർ ഡിസിഷൻസ്, കരിയർ ചോയ്സസ് ആൻഡ് മാനേജ് കരിയർ ഡെവലപ്മെന്റ് എഫക്റ്റീവ്ലി എന്നുള്ളതാണ് കരിയറിന്റെ ഡെഫിനിഷൻ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഈ ഒരു കരിയറിന്റെ ഉദ്ദേശം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു ജീവിതം, ഈ ഒരു ലൈഫില് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് നമ്മുടെ ജോലി. ഒരു കരിയർ എന്ന് പറയുന്നത്, നമ്മുടെ ജോലി എന്ന് പറയുന്ന നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കരിയറിന് നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ മറ്റു കാര്യങ്ങൾ കിടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മാനസികാരോഗ്യം, നമ്മുടെ നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ജോലി എന്നുള്ളത് പലപ്പോഴും നമുക്ക് 2 രീതിയിൽ കാണേണ്ടി വരും. കരിയർ എന്നുള്ളതിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇതാദ്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 2 രീതിയിൽ. ഒന്ന്, ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഇതിലൂടെ നമ്മൾ കാണുകയാണെങ്കിൽ, ഒന്ന് ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്നുള്ള നിലയ്ക്ക്, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു 2 രീതി. ഒന്ന്, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അവിടെ സർവൈവൽ എന്നുള്ള നമ്മുടെ ആസ്പെക്ട്, നമ്മൾ സർവൈവ് ചെയ്ത് പോകുന്നു, നമ്മൾ നിലനിന്ന് പോകുന്നു എന്നുള്ള ഒരവസ്ഥയാണ് ഒരു സർവൈവൽ ആസ്പെക്ട്. അപ്പൊ ഒരു സർവൈവൽ ആസ്പെക്ട് നമ്മൾ നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് വരുമാനം വേണം. ഈ വരുമാനം കിട്ടുന്ന ഒരു ഉപാധി, അതാണ് ഒരു കണക്കിൽ ജോലി എന്നുള്ളത്. പക്ഷെ ഇതിന്റെ മറ്റൊരു ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ, അതാണ് രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ സാമ്പത്തികം മാത്രമല്ല ഒരു ജോലി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടം, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഡെവലപ്മെന്റ്, നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റ്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടും, നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ഈ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജോലി എന്നുള്ളത്, നമ്മൾ എടുക്കുന്ന കരിയർ എന്നുള്ളത്. അപ്പൊ ആ ഒരു ആസ്പെക്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞത് സർവൈവൽ ആസ്പെക്ടും 2 ഗ്രോത്ത് ആസ്പെക്റ്റുമാണ് രണ്ടാമത്തെ രീതിയിൽ വരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും വേണ്ടത് നമ്മൾ വളരുക എന്നുള്ളത്, നമ്മൾ മാനസികമായിട്ടും നമ്മൾ മറ്റ് ആത്മീയമായിട്ടും നമ്മൾ വളരുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ആ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ചെയ്യുന്ന കരിയർ ജോലികൾ അല്ലെങ്കിൽ കരിയർ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്. അപ്പൊ ഇതില് ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി വന്ന ആ ഒരു കാലഘട്ടം 1947 തൊട്ട് അങ്ങോട്ട് 1950s 1960s ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ അത്ര തന്നെ മുന്നിലല്ലാത്തത് കൊണ്ട് മറ്റ് ഘടകങ്ങൾ കൊണ്ടുമൊക്കെ തന്നെ ഒരു ജോലി എടുക്കുക എന്നുള്ളത് നിലനിൽപ്പിന്റെ തന്നെ ഭാഗമായിരുന്നു പല കാലഘട്ടങ്ങൾ. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വേറെ രീതിയിലായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ അതിന്റെ പിറകിലേക്ക് പോവുകയാണെങ്കിലും ഒരു ജോലി എന്നുള്ളത് വളരെ അധികം വ്യത്യസ്തമായ ഒന്നായിരുന്നു. നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഇത്തരത്തിലുള്ള യാതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം പലപ്പോഴും തൊഴിൽ എന്ന് പറയുന്നത് കുലത്തൊഴിലായിരുന്നു. അപ്പൊ കുലത്തൊഴിൽ എന്നുള്ളത് ഒരു വിദ്യയായിട്ട് നമുക്ക് നമ്മുടെ ഗുരുവിൽ നിന്ന്, അതായത് നമ്മുടെ പലപ്പോഴും കുലത്തൊഴിൽ വരുന്നത് മുൻ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. അപ്പൊ അവര് ചിലപ്പോൾ അച്ഛനായിരിക്കാം, മുത്തച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അമ്മാവനായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്ന് ഒരു വിദ്യ പകർന്ന് ലഭിച്ച് അത് മുന്നോട്ട് അത് ഒരു സാധ്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന രീതിയായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ രീതിയിൽ നിന്ന് മാറി ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ വന്നതിന് ശേഷം ലോകത്ത്, അതിനുശേഷം അതിന്റെ രീതിയിൽ നമ്മുടെ ഇന്ത്യയിലേക്കും വന്ന ആ ഒരു അവസ്ഥയിൽ ഈ ഒരു ജോലിയുടെ നേച്ചർ മാറി. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജോലിയെ കണ്ടിരുന്നത് ഇതൊരു ജീവനോപാധി എന്നുള്ള നിലയ്ക്കുള്ള ഒരു കാര്യങ്ങളിലായിരുന്നു ഭൂരിപക്ഷം ആളുകളും കണ്ടിരുന്നത്. അല്ലാതെ കണ്ടിരുന്നത് വളരെ ദുർലഭമായിട്ടുള്ള ഒരു എലീറ്റ് ക്ലാസ്സിലുള്ള വളരെ സമൂഹത്തിന് മുൻശ്രേണിയിൽ നിൽക്കുന്ന വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു അങ്ങനത്തെ അല്ലാത്ത രീതിയിൽ ജോലിയെ കണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് മാറി പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ ഒരു 1990s ഒക്കെ കൊണ്ട് വരുന്ന കാലഘട്ടങ്ങളിൽ പിന്നെയും ഈ ജോലിയുടെ അവസ്ഥ മാറുകയും അവിടെ ജോലി പ്രത്യേകിച്ച് ഒരു IT റവല്യൂഷൻ ഒക്കെ വന്നതിന് ശേഷം ജോലി എന്നുള്ളതിന്റെ കോൺസെപ്റ്റ് തന്നെ വളരെയധികം മാറി. അതിനെ വേറൊരു രീതിയിലേക്ക് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നും അവിടെ പക്ഷെ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റ് സിദ്ധാന്തങ്ങളുമായി അനുസരിച്ച് പോകുന്ന രീതിയിൽ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു 1990 തൊട്ട് 2010 ഒക്കെ വരെയുള്ള കാലഘട്ടങ്ങൾ. പക്ഷെ അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഈ ജോലിയുടെ കോൺസെപ്റ്റ്സ് വളരെയധികം മാറിയിട്ടുണ്ട്. ആ ഒരു മാറ്റം നമ്മൾ ഈ ഒരു കരിയർ കൗൺസിലിംഗിലും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത്. ഒരു ജോലി നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പരമ്പരാഗതമായ ജോലികളിൽ നിന്നും ഉപരിയായിട്ട് ഇപ്പൊ ഓരോ ജോലിയും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ജോലിയെ കൊണ്ടുപോകാനുമായിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ച് പുതിയ സാങ്കേതിക വിദ്യയുടെയൊക്കെ വളർച്ച കൊണ്ട് നമുക്ക് സാധ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ജോലി എന്നുള്ളത് ഇനിയും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴുള്ള ജോലികളിലും ഭൂരിപക്ഷം ചിലപ്പോൾ ഒരു 20-25 വർഷം കൊണ്ട് ചിലപ്പോൾ ഇല്ലാതായി എന്ന് വരാം. അപ്പൊ ആ ഒരു കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഈ കരിയർ എന്നുള്ള ഒരു സങ്കല്പം, എങ്ങനെയാണ് അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഇതെല്ലാം ഈ ഒരു കാര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. ഇനി ഇതിൽ വരുന്ന വേറൊരു കാര്യം എന്നുള്ളത് ഒരു കരിയർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ സങ്കല്പം, നമ്മുടെ ജോലി സങ്കല്പം. ഇപ്പൊ ഞാൻ നേരത്തെ മാറി മറിഞ്ഞു എന്നുള്ളതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഞാൻ പറയുകയാണ്. ആ ഒരു എക്സ്റ്റൻഷനിലൂടെ നമുക്ക് പലപ്പോഴും ഇത് കരിയർ കൗൺസിലിംഗ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു നമ്മൾക്ക് ആദ്യ കാലഘട്ടങ്ങളിലെ കരിയർ നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതൊരു പ്രാക്ടീസിനും ആ പ്രാക്ടീസിന്റെ പിന്നിൽ ഒരു തിയറി ഉണ്ടാവും. ആ ഒരു തിയറിക്ക് ഒരു മൂലമായിട്ടുള്ള ഒരു ജ്ഞാന സിദ്ധാന്തങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ജ്ഞാന സിദ്ധാന്തങ്ങളിൽ വെച്ചിട്ടാണ് അതായത് എന്താണ് ഈ ഒരു സംഗതി എന്നുള്ളതിന്റെ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ അത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മൾ കരിയർ ഡെവലപ്മെന്റ് തിയറികളൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ആക്ടർ എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു, ഒരു ആക്ടർ ബേസ്ഡ് തിയറി ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതായത് നമ്മളൊരു കരിയർ എടുക്കുന്ന ആള് കരിയർ ഇൻക്യൂബന്റ് ആസ് ആൻ ആക്ടർ. അപ്പൊ അവിടെ പറയുന്നത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലായിരുന്നു. അവിടെ ഒരു സമൂഹം ഒരു കൂട്ടം ജോലികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പൊ ഗവൺമെന്റ് മേഖലയിലാണെങ്കിലും ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിലുള്ള ഒരു ജോലി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് ജോലികൾ. അപ്പൊ ഈ ജോലിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. അപ്പൊ പലപ്പോഴും നമ്മൾ മത്സര പരീക്ഷകളൊക്കെ എഴുതി ആ തെരഞ്ഞെടുക്കപ്പെട്ട് ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രവേശിച്ചതിന് ശേഷം അവിടെ ഓരോ ജോലിയും ഓരോ റോളുകളും ഒക്കെ നിർവചിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ റോളുകൾ നിർവചിച്ചതിനനുസരിച്ച് ജോലി എടുക്കുക, പോവുക എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലം ഞാൻ പറയുന്നത് ഒരു 1950s 60s 70s ഈവൻ 80s 90s വരെ ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കമ്പനിയിൽ
അല്ലെങ്കിൽ ഒരു ജോലി, ഒരു ഉദ്യോഗത്തിൽ നമ്മൾ പ്രവേശിക്കുക. അത് നമ്മൾ 20 വയസ്സോ 22 വയസ്സോ 25 വയസ്സോ അതിന്റെ ഉള്ളിൽ നമ്മൾ പ്രവേശിക്കുക. ആ പ്രവേശിച്ചതിന് ശേഷം ആ ജോലിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോവുക. ജീവിതകാലം മുഴുവൻ ആ ജോലിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോവുക. ഒരു 55-60 വയസ്സിലാവുമ്പോൾ ആ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്ത് പുറത്തേക്ക് വരിക. ഇതായിരുന്നു ആ ഒരു സങ്കല്പം, ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള സങ്കല്പം. പക്ഷെ ഈ ഒരു സങ്കല്പം 90s തുടക്കത്തിൽ കുറച്ച് മാറുകയും പിന്നീട് വന്ന ഈ ഒരു തിയറീസിനെ പറയുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ കുറച്ച് തിയറികൾ അതിന്റെ ഇതിൽ വന്നിട്ടുണ്ട്. അത് വരുന്നത് ഒരു ഏജൻസി തിയറി എന്നുള്ളതാണ് ആ തിയറികളെ പറയുന്നത്. ആ ഏജൻസി തിയറി കോൺസെപ്റ്റ്സിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഇതെന്താ വെച്ചാൽ, അപ്പൊ അവിടെയും ജോലികൾ നിർവചിച്ചിട്ടുണ്ട്, ജോലികൾ ചെയ്യേണ്ട പ്രക്രിയകൾ നിർവചിച്ചിട്ടുണ്ട്, എന്തെല്ലാം രീതിയിലാണ് നിർവചിച്ചിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് കൂടി ഒരു പങ്കാളിത്തം വരുന്ന രീതിയിൽ നമുക്ക് അതിനെ മാറ്റിമറിക്കാനായിട്ട് പറ്റും. നമ്മുടെ പ്രയത്നം കൊണ്ടും കഴിവുകൾ കൊണ്ടും നമുക്ക് ജോലി ശ്രേണിയിൽ പെട്ടെന്ന് ഉയരാനായിട്ട് കഴിയുകയും, അപ്പൊ അതവിടെ നമ്മുടെ പ്രവർത്തനമാണ്. മറ്റ് സങ്കല്പത്തില്, ആദ്യത്തെ സങ്കല്പത്തില് പ്രയത്നത്തിനോടൊപ്പം തന്നെ അത് അവിടെ നമ്മുടെ മറ്റു മെറിറ്റുകളും വരും. അതിൽ പലപ്പോഴും എക്സ്പീരിയൻസ് ആയിരിക്കാം, സീനിയർ ടി വരുമ്പോഴായിരിക്കും നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് അവസ്ഥകളുണ്ട്. പക്ഷെ 90കളുടെ ശേഷം ഇത്തരത്തിലുള്ള പ്രൊമോഷനുകളൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് അല്ലാതാവുകയും മറിച്ച് നമ്മുടെ പ്രയത്നത്തിന്റെ ഭാഗമായി മാറുകയും, അപ്പൊ ആരാണ് കൂടുതൽ പ്രവർത്തിക്കുക ആ വ്യക്തിക്ക് കൂടുതൽ ഉന്നതമായ ശ്രേണിയിലേക്ക് പോകാനുള്ള അവസരം പെട്ടെന്ന് വരികയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹയർ ലെവൽ, ഒരു കോമ്പറ്റീഷൻ തിരിഞ്ഞു വരികയുണ്ടായി. അപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡായി മാറി. ജോലി അതിനു മുമ്പ് ഉണ്ടായിരുന്ന ജോലി കയറുന്നത് വരെ ഉണ്ടായിരുന്ന കോമ്പറ്റീഷൻ ആയിരുന്നു. അത് പലപ്പോഴും കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. പക്ഷെ ജോലിയിൽ കയറി കഴിഞ്ഞാലുള്ള കോമ്പറ്റീഷൻസ് കുറവായിരുന്നു. പക്ഷെ അതിനുശേഷം വന്നത് ഈ ഒരു കോമ്പറ്റീഷൻ, ജോലിയിൽ കയറി കഴിഞ്ഞാലും കോമ്പറ്റീഷൻ വരാൻ തുടങ്ങി. അങ്ങനെ ജോലി തുറന്നുകൊണ്ടു പോകുന്നതിൽ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ ഘട്ടങ്ങളിലും ഈ ഒരു കോമ്പറ്റീഷൻ വരികയും, അങ്ങനെ നമ്മൾ ഹയർ ലെവൽ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഹയർ ഡെവലപ്മെന്റ് ഉണ്ടാകുകയും ഹയർ ഔട്ട്പുട്ട് വരികയും ചെയ്യുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നതാണ് ഏജൻസി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്. പിന്നീട് വരുന്ന ഇതിലാണ് ഇതല്ലാതെ ഇതെല്ലാം ഈ ഏജൻസി ആയാലും ആക്ടർ ആയാലും അവിടെ നിർവചിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതം എന്നുള്ളത് മറ്റാരോ രചിച്ച ഒരു തിരക്കഥയിൽ നമ്മൾ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ആ തിരക്കഥ നമ്മൾ കുറച്ച് രീതിയിൽ നമ്മൾ അതിന്റെ കൂടുതൽ അതിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് അതിന് മാറ്റം വന്നിട്ടുള്ളത് ഈ ഇതിൽ നിന്നും നമ്മുടെ ജോലി, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, നമ്മൾ എന്ത് കരിയർ ചെയ്യുന്നു, ആ ഒരു കരിയർ നമ്മൾ തന്നെ എഴുതുക. അതായത് എന്റെ ലൈഫ്, മൈ ലൈഫ് ഐ ഷുഡ് ബിക്കം, അതിന്റെ ഒരു ഓതറായി മാറണം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇപ്പോൾ ഉള്ള കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇന്ന് നമുക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. നമുക്ക് ഒരു കുട്ടിക്ക് ഒരു രീതിയിൽ പോകണമെങ്കിൽ, കുട്ടി മാത്രമല്ല നമ്മൾ ആരായാലും ആ ഒരു രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏതൊരു മേഖലയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള, അതായത് ആരുടെയോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് കാത്തു നിൽക്കാതെ, മറ്റാരുടെയെങ്കിലും ഒരു കരുണയ്ക്ക് കാത്തു നിൽക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ജോലി പടുത്തുയർത്താനായിട്ടുള്ള അവസരങ്ങൾ ഇന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് ആ രീതിയിൽ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ രചിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഇന്നത്തെ കരിയർ ചിന്താഗതികൾ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആ കരിയർ തിയറികൾ ഞാൻ പറയുമ്പോൾ അതിന്റെ സ്റ്റേജസ് പറഞ്ഞുതരാം. നിങ്ങൾ ആ സമയത്ത് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നന്നാവും. അപ്പൊ പല കരിയർ തിയറികളിൽ ഏറ്റവും അവസാനത്തെ കരിയർ തിയറികളിൽ ഈ രീതിയിലേക്കാണ് ഈ കരിയർ തിയറികൾ ഇപ്പോൾ സങ്കല്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ കരിയർ കൗൺസിലിംഗ് എന്നുള്ളതിന്റെ ഒരു സ്കോപ്പ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ സാധ്യത? ഇവിടെ സാധ്യത എന്നുള്ളത് പലപ്പോഴും ഈ കരിയർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കും ഒരു ജോലി കിട്ടാനുള്ള ഒരു വിദ്യാർത്ഥിയെ, പലപ്പോഴും വിദ്യാർത്ഥികളാണല്ലോ ഇതിലേക്ക് വരിക. അപ്പൊ ഒരു 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, മിക്കവാറും 10, 11, 12, അതിനുശേഷം ഡിഗ്രി ലെവലിലേക്ക് വരുന്ന കുട്ടികൾ, അത്തരം കുട്ടികൾക്കാണ് ഈ കരിയർ കൗൺസിലിങ്ങിന്റെ ആവശ്യം എന്നാണ് നമ്മൾ പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ കരിയർ കൗൺസിലിംഗ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും നമ്മളൊരു കരിയറിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് അത് ആ കരിയറിന്റെ അവസാനമല്ല. ഏതൊരു കാലത്തും ഒരു 45 വയസ്സുള്ള 50 വയസ്സുള്ള ആൾക്കും ചിലപ്പോൾ കരിയർ കൗൺസിലിംഗ് ആവശ്യമായി എന്ന് വരാം. ചിലപ്പോൾ ഒരു റിട്ടയർമെന്റിന്റെ അടുത്ത കാലഘട്ടങ്ങളിൽ ഒരു 1-2 വർഷം അല്ലെങ്കിൽ പോസ്റ്റ് റിട്ടയർമെന്റ് ചില ആളുകൾക്ക് കരിയർ കൊണ്ടുപോകണം എന്ന് താല്പര്യം ഉണ്ടാവും. റിട്ടയർമെന്റിന് ശേഷം
എങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് ചിലപ്പോൾ ഓരോ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം ഈവൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ കൂടി ഈ ഒരു കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ട് നമ്മൾ കരിയർ എന്നുള്ളത് നമ്മുടെ ഇത്ര കാലം ചെയ്ത ആ ഒരു പ്രവൃത്തിയിൽ നിന്നും പാഠങ്ങളും മറ്റു അതിന്റെ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇനിയുള്ള റിട്ടയർമെന്റിന് ശേഷം എങ്ങനെ ജീവിക്കാം, എങ്ങനെ ഇതിനെ നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനുകൾ ഉണ്ടാക്കും. അപ്പോഴും ഒരു കരിയർ കൗൺസിലിംഗിന്റെ ആവശ്യം ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരിയർ കൗൺസിലിംഗ് എന്നുള്ളത് ഒരു വിദ്യാർത്ഥികളിലേക്കോ അല്ലെങ്കിൽ കുട്ടികളിലേക്കോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ഇത് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ ഭൂരിപക്ഷം രീതിയിലുള്ള കരിയർ കൗൺസിലിംഗ് പ്രവർത്തനങ്ങളും വരുന്നത് വിദ്യാർത്ഥികളിലാണ്. അത് നമ്മൾ പറയുന്നത് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ് ചൂസ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ പാത്ത് എന്നുള്ള നിലയ്ക്കാണ്. ഇവിടെ വേണ്ടത് ഇവർക്ക് ഒരു കരിയർ എന്നുള്ള ഒരു രീതിയിൽ വരുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. ഇപ്പൊ ഒരു ജോലി നമുക്ക് പെട്ടെന്ന് എടുത്തൊരു ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനോ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ കോമ്പീറ്റൻസീസ് ആണ്. അതായത് നമുക്ക് എത്ര കഴിവുകളുണ്ട്. ശരി സാറ്, സോറി സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ല കേട്ടോ സാറേ. സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നത് ഞാനല്ല, അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഒന്ന് സാർ നെക്സ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സ്ലൈഡ് മാറ്റാം. ഞാൻ നെക്സ്റ്റ് പറയാൻ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഈ ഒരു എഡ്യൂക്കേഷണൽ കരിയർ പാത്തിൽ നമുക്ക് വേണ്ടുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ കഴിവുകളാണ്. അതിലുള്ള കരിയർ ആയിട്ടുള്ള കോമ്പീറ്റൻസീസ് ആണ്. കോമ്പീറ്റൻസീസിന്റെ മത്സരാധിഷ്ഠിതമായ കഴിവുകൾ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ മാത്രമായിരിക്കില്ലല്ലോ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരുപാട് ആളുകൾക്ക് സഹായകരം അവര് മുകളിലേക്ക് വരുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള കഴിവുകൾ, നമുക്കൊരു ജോലി ചെയ്യാനുള്ള കഴിവുകൾ, അത് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള കഴിവുകൾ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള മത്സരാധിഷ്ഠിതമായ കഴിവുകൾ നമ്മൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പക്ഷെ കഴിവുകൾ ഉള്ളത് കൊണ്ട് മാത്രമായില്ല, ഈ കഴിവ് നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരം വരണം. രണ്ടാമത്, ഈ അവസരം നമുക്ക് നേരിട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം. പക്ഷെ നമുക്ക് നേരിട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ അവസരങ്ങൾ നമ്മൾ തേടി പോകേണ്ടതായിട്ട് വരും. ഇനി തേടി പോയിട്ട് നമുക്ക് അവസരങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ചാലഞ്ചസ്. ചിലപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ വി ആർ ലക്കി, നമ്മൾ ഏറ്റവും ഭാഗ്യവാന്മാർ, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ കിട്ടിയില്ല, നമ്മളത് അന്വേഷിച്ചു പോയി, എന്നിട്ടും നമ്മൾ കിട്ടിയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ പലപ്പോഴും നമുക്ക് അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ട്, അതായത് നമ്മൾ തന്നെ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ട്, അതായത് നമ്മൾ തന്നെ പുതിയൊരു ട്രെൻഡ് ഉണ്ടാക്കുകയും നമ്മൾ തന്നെ പുതിയ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾ വരും. പക്ഷെ ഇവിടെ ഈ ഒരു പാതയിൽ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ സഞ്ചരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്നും നമുക്ക് തിരിച്ച് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ലോകം നമ്മളുടെ കൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന പാതയിലൂടെ തന്നെ അതിനോട് അനുബന്ധമായിട്ട് പാരലലായിട്ട് ഈ ലോകവും സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ മാർക്കറ്റ് എന്നുള്ളത് പറയുന്നത്. മാർക്കറ്റ് എന്നുള്ള വാക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റ് മാർക്കറ്റ് എന്നുള്ളതാണ് ഉപയോഗിക്കാറ്. അവിടെ മാർക്കറ്റ് നമ്മുടെ ഈ ഒരു പ്രക്രിയ എങ്ങനെ ലോകം നമ്മോടൊപ്പം സഞ്ചരിക്കാം, എങ്ങനെ ലോകത്തെ കൂടെ നമുക്കൊപ്പം കൂടാം, അതായത് നമുക്ക് ലാഭകരമായ, നമുക്ക് പുരോഗമനമായ രീതിയിൽ ലോകം ഇതിനെ വരുന്നു എന്നുള്ളതാണ് ഈ മാർക്കറ്റിന്റെ അനാലിസിസ്. ഇപ്പോൾ ഓരോ കാലത്തും പല ട്രെൻഡുകളായിരിക്കും. അപ്പൊ ആ ട്രെൻഡിന്റെ പിറകിലായിരിക്കും ലോകം മിക്കവാറും ഓടുന്നത്. പക്ഷെ ആ ട്രെൻഡിൽ നിന്ന് മാറി നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചിലപ്പോൾ നമുക്ക് ട്രെൻഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കുറച്ച് ദുഷ്കരമായ കാര്യമാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം. അപ്പോൾ ഒരു പുതിയ രീതിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ലോകത്തിന് എന്താണ് വേണ്ടത്, ആ ലോകത്തിന് വേണ്ടുന്നതായ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ലാഭകരമായി വരണമെങ്കിൽ, നമുക്ക് പുരോഗമനമായി വരണമെങ്കിൽ ലോകത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ ആ ഒരു കാര്യം കൂടി ഈ ഒരു കരിയർ കൗൺസിലിംഗിന്റെ സ്കോപ്പാണ്. അതായത് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക, ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതിനും ആ ജോലി ചെയ്യുന്നതിനും ഒരു വ്യക്തിയെ സാധ്യമാക്കുക എന്നുള്ളതാണ് കരിയർ കൗൺസിലിംഗിലൂടെ അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റിലെ ഒരു ബ്രോഡർ രീതിയിൽ പറയുകയാണെങ്കിൽ കൗൺസിലിംഗ് മാത്രമല്ല, കരിയർ ഡെവലപ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സ്ലൈഡ് ചേഞ്ച് ചെയ്തോളൂ.
അവിടെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കരിയർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റി, നമ്മൾ ഈ ഡിസിഷൻ മേക്കിംഗ്, അവിടെ നമുക്ക് തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കേണ്ടതായ അവസ്ഥയുണ്ട്. അപ്പൊ തീരുമാനങ്ങൾ എടുക്കേണ്ടതായ അവസ്ഥയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് അതിനെ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഉണ്ടാവുന്ന അവസ്ഥയാണ് നമുക്ക് ഒരു കരിയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജോലി അല്ലെങ്കിൽ ജോലിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ. ഇതാണ് കൗൺസിലിങ്ങിലൂടെ പ്രധാനപ്പെട്ട രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഉണ്ടാകുന്ന ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട്, ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ജോലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകാവുന്ന നമ്മളുടെ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്. ഒരു ജോലി, ഒരുപാട് ജോലികളുണ്ട്, ഒരുപാട് ലോഡുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് റോൾ കൺഫ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടാസ്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ജോലികളുണ്ടോ, ഒരുപാട് ലോഡ് വരുമ്പോഴൊക്കെ ഉണ്ടാവുന്നതാണ് സ്ട്രെസ് എന്നുള്ളത്. സ്ട്രെസ്സും അതുപോലുള്ള മറ്റ് കൺഫ്യൂഷനുകൾ, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ചിലപ്പോൾ ഒരു 6 പാതകൾ തുറന്നു കിടക്കുന്നുണ്ട്. ഈ 6ഉം ഒരേപോലെ നല്ല പാതകൾ, ഇതിലേത് തിരഞ്ഞെടുക്കും? അപ്പൊ പലപ്പോഴും ഇവിടെ ഒരു സൈക്കോളജിക്കലി ഒരു അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്, നമ്മുടെ ഈ കരിയറുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. അപ്പൊ ഒരു അപ്രോച്ച് നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം? ഇതും നല്ലത്, അതും നല്ലത്. അപ്പൊ നമുക്കൊരു ഒരു വിദ്യാർത്ഥി ഒരു സ്ഥലത്തെത്തി ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 8 നല്ല കോളേജിൽ സെലക്ഷൻ കിട്ടി, 8ഉം അത്രയും ബെസ്റ്റാണ്. ഇതിൽ ഏതെടുക്കും? ഇതൊരു ഒരു ചാലഞ്ച്, ഒരു ടാസ്ക് ആണത്. ആ കറക്റ്റ് എടുത്താലേ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ പുരോഗമനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇന്ന് എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞ് നമ്മളെ ചിലപ്പോൾ ബാധിച്ചു എന്ന് വരാം. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കും. ഈ കറക്റ്റ് തീരുമാനം എടുക്കുമ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നത് നമുക്ക് അത്യന്തികമായിട്ടുള്ള മാനസിക പ്രയാസങ്ങൾ, സ്ട്രെസ് പോലെയുള്ള പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടാം. അപ്പൊ ഇത്തരത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളെ ലഘൂകരിച്ച്, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ ഇല്ലാതാക്കി ഈ ഒരു വ്യക്തിക്ക് വളരെ ശാന്തചിത്തനായി ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ, ഒരു വ്യക്തി മാത്രമല്ല കേട്ടോ, ഇതിന്റെ പല ആളുകളുണ്ട്, പാർട്ട്നേഴ്സും ഉണ്ട്. ഈ പാർട്ട്നേഴ്സിനെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി സഹായിക്കുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസിന് പ്രാധാന്യമുള്ളത്. ഇനി രണ്ടാമത് വരുന്നത്, ഓരോ വ്യക്തിക്കും പലപ്പോഴും നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കാം, പക്ഷെ ആ കഴിവ് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല. ഇത് പലപ്പോഴും നമ്മൾ ഒരു ഇന്ത്യൻ ഭാരതീയമായ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു ആഞ്ജനേയ സിൻഡ്രോം അല്ലെങ്കിൽ ഹനുമാൻ സിൻഡ്രോം എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇപ്പൊ ഹനുമാൻ സ്വാമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത്രയും ശക്തിമാനാണ്, പക്ഷെ ഈ ഒരു ശക്തി പലപ്പോഴും തിരിച്ചറിയാതെ എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ നമ്മള് സേതു മുറിച്ച് കിടക്കുന്ന ആ സമയത്ത് ഐ കനോട്ട് ഡു എന്നുള്ള രീതിയിലാണ് ഇത് മനസ്സിൽ വന്നത്. പക്ഷെ പറ്റുമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇത് പോയി പറഞ്ഞു കൊടുക്കണം, നിങ്ങളെ കൊണ്ട് പറ്റും. ജാമ്പവാൻ ഹനുമാനോട് പറഞ്ഞു കൊടുത്തതുപോലെ ഇതൊരു പറഞ്ഞു കൊടുക്കും, നമുക്ക് പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അവസ്ഥയിലേക്ക് വരുന്ന രീതിയിലേക്ക് പറയുന്ന അവസ്ഥ വരുമ്പോൾ അത് വളരെയധികം ആ കുട്ടിക്ക് അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ബൂസ്റ്റ് മോട്ടിവേഷൻ, കോൺഫിഡൻസ് ഇതെല്ലാം ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പലപ്പോഴും ഇൻഡിവിജ്വൽ ആസ്പിരേഷൻസ്, ഇപ്പോൾ ഓരോ വ്യക്തിക്കും ഉണ്ടാവുന്ന ആസ്പിരേഷൻസ്, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ അഭിവാഞ്ഛകൾ, നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ആസ്പിരേഷൻസ് മറ്റ് ഒരു ജോലി എടുക്കുന്ന സ്ഥാപനമായാലും അല്ലെങ്കിൽ ആ ജോലി എടുക്കുന്ന സമൂഹമായാലും ഈ സ്ഥാപനത്തിന്റെയും സമൂഹത്തിന്റെയും ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ വേറെയും നമ്മുടെ ആസ്പിരേഷൻസ് വേറെയും ജോലി സ്ഥാപനത്തിന്റെ ആസ്പിരേഷൻസ് വേറെയും എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് അത്ര അങ്ങോട്ട് ശരിയായ രീതിയിൽ ആവാതെ വരും. അപ്പൊ അതൊക്കെ വളരെ ശരിയായ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം അത്രയധികം ഫലപ്രദമായി മുന്നോട്ട് പോകും. ഇതിനൊക്കെ സഹായിക്കുക എന്നുള്ളത് കരിയർ കൗൺസിലിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്, ആവശ്യകതയാണ്. സ്ലൈഡ് മാറ്റിക്കോളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് കരിയർ കൗൺസിലിംഗ് പ്രോസസ് എന്നുള്ളതാണ്. അപ്പൊ ഈ കരിയർ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ്
ഇതൊരു കരിയർ എന്നുള്ളത് ഒരു ചെറിയ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രവൃത്തിയല്ല. ഒരു കരിയർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പലപ്പോഴും ചെറിയ വയസ്സിൽ നമ്മൾ ആദ്യ പഠനത്തിലേക്ക് പോകുന്ന ആദ്യ കാലത്താണ്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് രീതിയിലുള്ള കരിയർ ആണെന്ന് വിചാരിച്ചാൽ ആ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പ് സയൻസ് വിഷയം എടുത്ത് +2 പഠിക്കുന്ന ആ ഒരു സമയം തൊട്ട് ഈ കരിയറിലേക്ക് നമ്മൾ കടക്കുന്നു. എന്നാൽ അതിന്റെ മുന്നൊരുക്കമാണ് പലപ്പോഴും. കരിയറിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ഈ കരിയർ ലഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇതിനെ ഒരു പാത എന്നുള്ളത്, ഇംഗ്ലീഷിൽ ഇതിനെ പാത്ത് എന്ന് പറയും, കരിയർ പാത്ത്. ഈ ഒരു പാതയിൽ ഒരു സഞ്ചാരം എന്നുള്ളതാണ് ഒരു കരിയർ പാത്ത് ജേണി. അപ്പൊ അതിന് ഒരു 8ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ 9ാം ക്ലാസ് 10ാം ക്ലാസ് തൊട്ട് ചിലപ്പോൾ ഒരു 60-70 വയസ്സ് വരെ ഈ ഒരു പാതയിൽ സഞ്ചരിക്കണം. പക്ഷെ ഈ പാത തുടങ്ങുന്നത് ഈ ഒരു ജോലിക്ക് വേണ്ടുന്നതായിട്ടുള്ള യോഗ്യത ക്കുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു സമയം തൊട്ടാണ്. അപ്പൊ ഒരു കരിയർ പാത്ത് എന്നുള്ളതാണ് അവിടുത്തെ വാക്ക് ഉപയോഗിക്കുന്നത്. ഈ കരിയർ പാത്തിൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ആ ഒരു കരിയർ പാത്തിൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? ഈ ഉന്നതിയിൽ എത്തിക്കാൻ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എങ്ങനെ പറ്റുമെന്നുള്ള ഇതിന്റെ പ്രോസസ്സിലേക്കാണ്. ഈ പ്രോസസ്സിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ഒരു കൺവെൻഷണൽ ആയ ഒരു പ്രോസസ്സാണിത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റ് രീതികളുണ്ട്. അത് പിന്നെ വഴിയെ പറയാം. പക്ഷെ ഈ ഒരു കൺവെൻഷണൽ സിസ്റ്റത്തിൽ വരുന്ന ഇനീഷ്യൽ അസസ്മെന്റിലേക്കാണ് വരുന്നത്. ഒന്ന് ഈ ഒരു ക്ലയന്റ്സിന്റെ നീഡ്. ക്ലയന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, കുറച്ച് ഒരു ജോലി ചെയ്യുന്ന വേറൊരു വ്യക്തിയായിരിക്കും. ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു കരിയർ ഷിഫ്റ്റിനുള്ള ആളുകളും വരാം കരിയർ കൗൺസിലേക്ക്, അല്ലെങ്കിൽ ആ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള ക്ലയന്റിന്റെ നീഡ് ആദ്യം നമ്മൾ അസസ് ചെയ്യുന്നു, അവരുടെ ഇൻട്രസ്റ്റ് അസസ് ചെയ്യുന്നു, സ്കിൽ അസസ് ചെയ്യുന്നു. ഞാൻ ഇത് പറഞ്ഞത് ഒരു കൺവെൻഷണൽ ആയ മോഡലാണ്, അല്ലാത്ത രീതികളും ഉണ്ട്. പിന്നെ വരുന്നതാണ് എക്സ്പ്ലോറേഷൻ. അവിടെ കരിയർ ഓപ്ഷൻസ് ഇൻ മാർക്കറ്റ് ട്രെൻഡ്സ്. അപ്പൊ ഒരു വ്യക്തിയുടെ കഴിവുകൾ, ഇൻട്രസ്റ്റുകൾ, സ്കില്ലുകൾ, ഇത്തരത്തിലുള്ള ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം എക്സ്പ്ലോറേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ സഹായിക്കും. എന്തെല്ലാം ജോലികളുണ്ട്, എന്തെല്ലാം സാധ്യതകളുണ്ട്, ആ ഒരു സാധ്യതകളിലേക്ക് എങ്ങനെ ഈ വ്യക്തിക്ക്, ഈ കുട്ടിക്ക്, അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥിക്ക്, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് എങ്ങനെ എത്തിപ്പെടാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് സാധ്യതകൾ, കുട്ടിയുടെ കഴിവുകൾ, കുട്ടിയുടെ താല്പര്യങ്ങൾ, അഭിരുചികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് പിന്നെ വരുന്ന പ്രോസസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരുപാട് സാധ്യതകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞ് വരും. ഈ സാധ്യതകളിൽ ഏതാണ് ഏറ്റവും നല്ല സാധ്യത, അത് നാരോ ഡൗൺ ചെയ്യുന്ന ഒരിക്കലും കൗൺസിലർ അല്ല. നമ്മൾ മറ്റൊരു കൗൺസിലിംഗ് പ്രോസസ് പോലെ തന്നെ കൗൺസിലർ ഒരിക്കലും അഡ്വൈസ് ഗീവിംഗ് ആയിട്ട് അതെടുക്കൂ ഇതെടുക്കൂ എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയില്ല. മറിച്ച് ഈ ഒരു സ്റ്റുഡന്റിനെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ ഇതിന്റെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു വിദ്യാർത്ഥിയും പേരൻസും അടങ്ങുന്ന ഗ്രൂപ്പിനെ കൊണ്ട് തന്നെ നമ്മൾ നാരോ ഡൗൺ ചെയ്യിപ്പിച്ച് നമ്മൾ അവരെ കൃത്യമായ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളത് വേറൊരു അതിന്റെ പ്രോസസ്സാണ്. അതുപോലെ തന്നെ ആക്ഷൻസ് പ്ലാൻസ്, ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി കരിയർ ഗോൾസ് നിർവചിച്ച് ആ കരിയർ ഗോളിലേക്ക് എങ്ങനെ പോകാം, എന്തെല്ലാം രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഇതെല്ലാം നമ്മൾ മുന്നേ കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ ഈ ഒരു പ്രോസസ് ഒരു കരിയർ റിലേറ്റഡ് പ്രോസസ്സാണ്. പക്ഷെ ഇതിനോടനുബന്ധിച്ച് ഒരു മനുഷ്യനാവുമ്പോൾ മനുഷ്യർക്ക് നമുക്ക് ഒരു സ്വിച്ച് ഇട്ട, അല്ലെങ്കിൽ ഒരു സ്ക്രൂ കൊടുത്ത് വാച്ച് ഓടുന്നത് പോലെ ഓടില്ല. അല്ലെങ്കിൽ ഒരു ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഒരു കാർ ഓടുന്നത് പോലെ ബാറ്ററി ചാർജ് ചെയ്യാൻ അത് 150-200 കിലോമീറ്റർ കാർ ഓടും എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ കണക്കാക്കാൻ പറ്റില്ല. ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങൾ മിക്കവാറും വരുന്നത് 2 മേഖലയിൽ നിന്നാണ് പ്രശ്നങ്ങൾ വരിക. ആസ് എ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഒന്ന്, നമ്മുടെ ചിന്തകളിൽ പ്രശ്നം വരും. ഇപ്പൊ ഇന്ന് ചിന്തിച്ച ഒരു ചിന്ത ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത ആഴ്ച ചിന്തിക്കുക. അപ്പൊ ഈ ഒരു വിദ്യാർത്ഥി ഈ ഒരു കരിയറിനെ കുറിച്ച് വളരെ ബോധവാനായ ഒരുപാട് പ്ലാൻ ഉണ്ടാക്കി, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. പക്ഷെ ഒരു ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, ഇതിന്റെ മുന്നേറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ തീരുമാനങ്ങൾ മുഴുവൻ മാറ്റുന്ന ഒരു അവസ്ഥ വരാം. പെട്ടെന്ന് ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലേക്ക് വരാം ചിന്തയിൽ. പെട്ടെന്ന് ഇത് എന്നെ കൊണ്ട് പറ്റില്ല,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, ഇതാണോ നല്ലത്, അതാണോ നല്ലത് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ പലപ്പോഴും കടന്നു വരാം. അപ്പൊ ഈ ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും കോഗ്നിറ്റീവ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു കോഗ്നിറ്റീവ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ ചിന്തകൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിനെ അവരെ കുറിച്ച് ഒരു നല്ലതാണോ ചീത്തയാണെന്നല്ല, ഇത് യൂസ്ഫുൾ ആണോ അല്ല യൂസ്ഫുൾ അല്ലാത്ത ചിന്തയാണോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ചിലപ്പോൾ അവരെ സഹായിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഡിസ്റ്റർബൻസസിന് ഒന്നാമത്തത് നമ്മൾ ഇറ്റ്സ് കമ്മിങ് ഫ്രം അവർ തോട്ട്സ്, നമ്മുടെ ചിന്തകളിൽ നിന്ന് വരുന്ന ഡിസ്റ്റർബൻസസ്. രണ്ടാമത്തെ ഡിസ്റ്റർബൻസസ് വരുന്നത് നമ്മുടെ വൈകാരികമായ നമ്മുടെ ഇമോഷണൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഡിസ്റ്റർബൻസ്. ഇവിടെ വരുന്നത് പലപ്പോഴും നമുക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഇമോഷണലി നമുക്ക് എഫക്റ്റഡ് ആയി വരാം. നമ്മളൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ആശങ്ക വരാം, പേടി വരാം. ഭയം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. ഈ ഒരു ചോയ്സ് എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഞാനത് ചെയ്യുമോ എന്നൊക്കെയുള്ള ഭയം എന്നുള്ളത് ഒരു വലിയ ഘടകമാണ് ഈ ഒരു പാതയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുകയോ അല്ലെങ്കിൽ പാതയിൽ നമുക്ക് നിർത്താനായിട്ട് തോന്നിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഭയമാണ്. അങ്ങനെയുള്ള ഒരുപാട് ചിലപ്പോൾ നമുക്ക് മറ്റു ഇമോഷണൽ ഡിസ്റ്റർബൻസസ് വരാൻ, ചിലപ്പോൾ ഈ ഒരു പാതയിൽ നിന്ന് വ്യതിചലിക്കുന്ന രീതിയിൽ ചിലപ്പോൾ മറ്റു ജീവിത മേഖലയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഒരു ഡിപ്രഷൻ പോലെയുള്ള മാനസികാവസ്ഥയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളോ അങ്ങനെ പലതും വരാം. പക്ഷെ അത് ഒരിക്കലും കരിയർ കൗൺസിലിങ്ങിന്റെ ഭാഗമല്ല. പക്ഷെ അതും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വരികയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഈ ഒരു പ്രക്രിയയെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ഒരുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെയാണ് പറയുന്നത് ഒരിക്കലും ഒരു സ്വിച്ചിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ഒരിക്കലും പോവില്ല. അതിന്റെ ഇടയിൽ ഒരുപാട് ഡിസ്റ്റർബൻസസ് വരും. അപ്പൊ ഈ ഡിസ്റ്റർബൻസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം മോണിറ്റർ ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് അതിനോടനുബന്ധിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്. ഇതൊരു ഡിസ്റ്റർബൻസ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഡിസ്റ്റർബൻസ് ആണ്, പക്ഷെ പുറത്തുനിന്ന് വരാം. ഇപ്പൊ ഒരു ജോലിയിൽ ഒക്കെ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ പെട്ടെന്ന് ആ ജോലിയുടെ നേച്ചറാകെ മാറി എന്ന് വരാം. പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ സംഗതികൾ. ഒരു പ്രധാനപ്പെട്ട മാറ്റം ലോകത്ത് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാം അടച്ചു വീട്ടിലിരുന്ന ഒരു അവസ്ഥയെ പെട്ടെന്ന് ലോകം മുഴുവൻ മാറി മറിഞ്ഞു. ആ ഒരു മാറി മറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കരിയർ സാധ്യതകളായിരിക്കില്ല കോവിഡിന് ശേഷം ഉണ്ടായിരുന്ന കരിയർ സാധ്യതകൾ. ഇങ്ങനെ വല്ലതും പെട്ടെന്ന് വരികയാണെങ്കിൽ അത് നമ്മുടെ ഒരു എൻവയറമെന്റിൽ നിന്ന് വരുന്നതാണ്, ഈ ഒരു മാർക്കറ്റിൽ നിന്ന് വരുന്നതാണ്, ഒരു കരിയർ മാർക്കറ്റിൽ നിന്ന് വരുന്ന ജോബ് മാർക്കറ്റിൽ നിന്ന് വരുന്നതാണ്. ഇത്തരത്തിലുള്ള ലോകത്തിന്റെ ഗതി തന്നെ ചിലപ്പോൾ ഒരു ഘട്ടം കൊണ്ട് ചിലപ്പോൾ മാറി എന്ന് വരാം. അപ്പൊ ഒരു ഉദാഹരണം, ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഒരുപാട് വളർന്നുകൊണ്ട് തന്നെ പല ജോലികളുടെ അതിന്റെ നേച്ചർ തന്നെ ഒട്ടനവധി മാറ്റങ്ങളിലേക്ക് വിധേയമാവുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും വ്യക്തികളെ സാരമായ രീതിയിൽ ബാധിക്കും. അപ്പൊ ഈ ഒരു മാറ്റത്തിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് പോകാം എന്നുള്ളത് ഈ ഒരു കരിയർ കൗൺസിലിങ്ങിലൂടെ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതെല്ലാം ഫോളോ അപ്പിലൂടെ മോണിറ്റർ പ്രോഗ്രസിലൂടെ ഒക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മാറ്റിക്കൊടുക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യമാണ്. ഇതിൽ തിയറിറ്റിക്കൽ അപ്രോച്ചസ്, എന്ത് ഒരു പ്രക്രിയ ചെയ്യാനുള്ള ഒരു മനഃശാസ്ത്രപരമായ പ്രക്രിയ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ ഈ ഒരു ചെയ്യുന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജ്ഞാന സിദ്ധാന്തം ഉണ്ടാവും, ഒരു തിയറി ഉണ്ടാവും. ആ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രവർത്തിക്കുന്നത്. അതിൽ ഏത് തിയറിയാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആ തിയറി ബേസ്ഡ് ആയിരിക്കും നമ്മുടെ പ്രവർത്തനം, നമ്മളുടെ ഈ ഒരു പ്രൊഫഷണൽ പ്രവർത്തനം. ഈ ഒരു ഇതിൽ പലപ്പോഴും ആദ്യ കാലഘട്ടത്തിൽ വന്ന ട്രേറ്റ് ഫാക്ടർ തിയറിയാണ് ഫ്രാങ്ക് പാർസൺസിന്റെ അപ്രോച്ച്. അവിടെ മാച്ചിങ് ഇൻഡിവിജ്വൽ ട്രേറ്റ് വിത്ത് കരിയർ റിക്വയർമെന്റ്സ്. അവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ആക്ടർ കാലഘട്ടമായിരുന്നു അത്. ഒരു ജോലിയുണ്ട്, അപ്പൊ ആ ജോലിക്ക് പറ്റാവുന്ന ഒരു റോളുണ്ട്. ഒരു തിരക്കഥ എഴുതി സംവിധായകൻ പറയുന്ന ഒരു വില്ലന്റെ റോളുണ്ട്. അപ്പൊ ഈ വില്ലന്റെ റോൾ അഭിനയിക്കാൻ ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ഇത് സംവിധായകനും മറ്റാളുകളും കൂടി ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ കണ്ടെത്തുകയും അയാളെ വില്ലൻ റോളിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നായകന്റെ റോളുകൾ. ഒരു ജോലി അങ്ങനെ തന്നെയായിരുന്നു. ഒരു ജോലിയുണ്ട്, അപ്പൊ ഈ ജോലിക്ക് പറ്റിയ ആളാരാണെന്നുള്ളത് അപേക്ഷയിലൂടെയും ഇതിലൂടെയോ അന്വേഷണത്തിലൂടെയൊക്കെ കണ്ടുപിടിച്ച് ആ ഒരു ട്രേറ്റ്, ഇന്ന ആൾക്ക് ഇന്ന ഗുണമുണ്ട്, അതുകൊണ്ട് ഇയാളെ ഇന്ന ജോലിക്ക് ഇടുന്നു എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വൽ ട്രേറ്റ് മാച്ച് ചെയ്ത് കരിയർ റിക്വയർമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതിന്റെ തന്നെ ഒരു ഉയർന്ന രീതിയിൽ ഹോളൻസിന്റെ കരിയർ ടൈപ്പോളജി, ഇതെല്ലാം നമ്മൾ ഒരു കോളേജിലൊക്കെ MSc ഒക്കെ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നതാണ് ടൈപ്പോളജി. ഇപ്പോൾ കരിയർ ടൈപ്പോളജി ഉണ്ട്, ഏത് തരത്തിലുള്ള പേഴ്സൺ ആണ് ഏത് തരത്തിലുള്ള വർക്ക് എൻവയറമെന്റിൽ ജീവിക്കുന്നു എന്നുള്ളത്.
പക്ഷെ ഇത് പിന്നീട് പോയി ഇതിന്റെ ഒപ്പം ഒരു ലൈഫ് സ്പാൻ അപ്രോച്ചും കൂടി കടന്നു വന്നാണ് സൂപ്പറിന്റെ തിയറിയിലേക്ക് വരുന്നത്. അവിടെ കരിയറുടെ ഒരു ഡിഫറെന്റ് ലൈഫ് സ്റ്റേജസ്, അവിടെ ഒരു ഏജൻസിയിലേക്ക് പതുക്കെ കടന്നു. ഒരു വ്യക്തി ഓരോ ഘട്ടങ്ങളിലൂടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അനുഭവിക്കുന്ന അല്ലെ ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിസ്റ്റത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വ്യത്യസ്തമാണെന്ന് പറയുകയും ഓരോ ഘട്ടത്തിലും ഏതേത് സഹായങ്ങൾ ഒരു വ്യക്തിക്ക് കൊടുക്കണം, കരിയർ സംബന്ധമായ സഹായങ്ങൾ ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്ന് ഡിഫൈൻ ചെയ്ത് ഉള്ള തിയറിയാണ് സൂപ്പറിന്റെ തിയറി. അതേപോലെ തന്നെയാണ് ക്രുംബോൾസിന്റെ സോഷ്യൽ ലേണിംഗ് തിയറി. ഇതൊരു സോഷ്യൽ ലേണിംഗ് തിയറീസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള നമ്മൾ എല്ലാ കരിയർ ഡിസിഷൻസും നമ്മൾ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ട് ഈ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്ത് ഉണ്ടാവുന്നതാണെന്നുള്ള രീതി നമ്മളെ എക്സ്പീരിയൻസ് ആവണമെന്നില്ല, മറ്റൊരാളുടെ കരിയർ എക്സ്പീരിയൻസ് ആവാം. അപ്പോൾ അതിൽ നിന്ന് അട്രാക്റ്റഡ് ആയിട്ട് അതിൽ ആകർഷണീയനായി നമ്മൾ അത് ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2000-ന്റെ തുടക്കത്തിലോ 2010-ലൊക്കെ ഇപ്പൊ ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വളരെ ഹയർ ലെവലില് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഫാമിലി, ഒരു അച്ഛൻ അമ്മ മക്കളുള്ള ഒരു ഫാമിലി ഒരു കല്യാണത്തിന് പോകുന്നു. അപ്പൊ ഈ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ ഒരാളെ പരിചയപ്പെടുന്നു. ഇയാൾ പറയുന്നു, ഞാൻ ഇൻഫോസിസിലെ ഒരു സീനിയർ ആയിട്ടുള്ള പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു ഇൻഫോസിസ് എന്നുള്ള സീനിയർ ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രകമ്പനം, ഒരു ഇംപ്രഷൻ ആ ഒരു സഭയിൽ മുഴുവൻ ഉണ്ടാവുന്നു. അപ്പൊ എല്ലാവരും പറയുന്നു ഇയാൾ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നത്, വെരി ഗുഡ്. അപ്പൊ അവരോടുണ്ടാവും, അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു, ഒരു നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു സ്വീകാര്യത കാണുന്ന ഈ കുട്ടി ഒരുപാട് ഓക്കെ, ഇയാൾക്ക് നല്ല രീതിയിലുള്ള സ്വീകാര്യത കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു എന്തൂസിയാസം വരുന്നു, ഒരു കുതൂഹലത വരുന്നു, എന്താണ് ജോലി എന്നുള്ളത് അന്വേഷിക്കുകയും അങ്ങനെ അന്വേഷിച്ച് ഈ ജോലി എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യൽ ലേണിംഗിലൂടെ പറയുന്നത്. എന്ത് ജോലിയാണ്? ഞാൻ ഇൻഫോസിസ് എന്നൊരു ഉദാഹരണം പറഞ്ഞോളാം. അതിന് മുമ്പ് കാലഘട്ടങ്ങളിലാണെങ്കിൽ ഒരു പട്ടാളക്കാരൻ നാട്ടിൽ വരുന്നു. അപ്പൊ ആ പട്ടാളക്കാരൻ വരുന്ന വരവും ആ വേഷമൊക്കെ കണ്ടിട്ട് പട്ടാളത്തിൽ പോയി ചേരണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ അതിന്റെ മുൻതലമുറയിൽ ഉണ്ട്, ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരു പോലീസുകാരനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആകർഷണത, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ആകർഷണം, ഇതെല്ലാം ഒരു സോഷ്യൽ ലേണിംഗിലൂടെ. അപ്പൊ അവരുടെ ഈ ജോലി ചെയ്യുന്ന വ്യക്തികൾ അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, അല്ലെ അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത, സോഷ്യൽ സ്വീകാര്യത, അവരുടെ ഉണ്ടാവുന്ന എല്ലാം വെച്ച് നമ്മൾ ജോലി തീരുമാനങ്ങൾ എടുക്കുന്നു. ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസ് ആ രീതിയിലാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ തിയറി ഉണ്ട്. അതേപോലെ തന്നെ നീഡ്സ് അപ്രോച്ച്, റോസ് നീഡ്സ് അപ്രോച്ച്, നമുക്ക് ഓരോ നീഡുകൾ, ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോ നീഡുകൾ. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മുടെ എർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ്. ആ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് വെച്ച് നമ്മൾ ഒരു കരിയർ ചോയ്സ് ഉണ്ടാക്കുന്നു എന്നുള്ള തിയറീസ് ഉണ്ട്. അതിന്റെ ഏറ്റവും ഒരു അപ്ഡേറ്റഡ് ആയിട്ട് ഈ ഒരു അടുത്ത കാലത്ത് ഉള്ള ഒരു ഇത് വരുമ്പോൾ നമുക്ക് സാവിക്കാസ് കരിയർ കൺസ്ട്രക്ഷൻസ് തിയറീസും അതിൽ വരും. ഇവിടെ പറയുന്നത് ഇത് പൂർണ്ണമായിട്ട് നമ്മൾ റിസർച്ച് മെത്തഡോളജി, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് ആണെങ്കിൽ അതിലൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്രോച്ച് ഉണ്ട്. സോഷ്യൽ കൺസ്ട്രക്ഷൻസിലേക്ക് വരുമ്പോൾ നെറേറ്റീവ് അപ്രോച്ച് എന്നൊക്കെ പറയുന്നത്, നെറേറ്റീവ് അനാലിസിസ് ഒക്കെ അതിൽ മിക്കവാറും സോഷ്യൽ സയൻസ്. ഹലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേൾക്കാലോ അല്ലെ? അപ്പൊ ഒരു സോഷ്യൽ, അതായത് ഒരു നെറേറ്റീവ് എന്നുള്ള എനിക്ക്, അതായത് പ്രധാനമായും ഒരു സോഷ്യോളജിക്കാരോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസുകാരോ മീഡിയ സ്റ്റഡീസുകാരോ ഒക്കെ പഠിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ പലപ്പോഴും സത്യം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായ സത്യമല്ല, മറിച്ച് നമ്മളുടെ ആഖ്യാനങ്ങളാണ്. പലപ്പോഴും ഒരു സത്യം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നില്ല, മറിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആഖ്യാനങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നും. ഇപ്പൊ കരിയർ എന്നുള്ളത് ഏറ്റവും വലിയൊരു നെറേറ്റീവ് ആണെന്നുള്ളത്. നമ്മൾ ഒരു ജോലി എന്നുള്ള, നമ്മൾ എടുക്കുന്ന ജോലി നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആഖ്യാനമാണ് എന്നുള്ള ആഖ്യാനത്തിലൂടെ നമ്മൾ ഒരു നെറേറ്റീവ്, ആഖ്യാനം എന്ന് പറഞ്ഞാൽ നെറേറ്റീവ്, ഈ ഒരു നെറേറ്റീവ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റും. അപ്പൊ വി ഹാവ് ടു റൈറ്റ് അവർ ഓൺ നെറേറ്റീവ്സ്. നമ്മൾ മറ്റുള്ള ഒരാൾ എഴുതിയ നെറേറ്റീവിൽ നിന്നും വ്യതിചലിച്ച് നമുക്ക് നമ്മുടേതായ നെറേറ്റീവ്സ് ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു തിയറിയാണ് ഇത്. ഇതിന് സഹായിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം കൗൺസിലേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്. മാറ്റിക്കോളൂ അടുത്ത സ്ലൈഡിലേക്ക്. അപ്പോൾ ഇതാണ്
ഏകദേശം ഒരു ആമുഖമായിട്ട് ഞാൻ ഈ കരിയർ കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കരിയർ കൗൺസിലിംഗ് ഒരു പ്രക്രിയയല്ല, ഇതൊരു ഒരു സമാനമായ മറ്റൊരുപാട് പ്രക്രിയകളുണ്ട്. ഈ പ്രക്രിയകൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്ക് പല പ്രക്രിയകളും ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3-4 പ്രൊഫഷണൽസ് ചേർന്ന് നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് പ്രക്രിയയാണ്, ഇവിടെ ചെയ്യുന്ന വ്യക്തികളല്ല, മറ്റ് പ്രക്രിയകൾ ഇതിന്റെ കൂടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് കരിയർ ഗൈഡൻസ്. നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് കരിയർ ഗൈഡൻസ്. കൗൺസിലിംഗ് നമ്മൾ പഠിക്കുന്ന ആദ്യ കാലത്ത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്നാണ് പഠിക്കുക. അപ്പൊ ഗൈഡൻസ് വേറെയാണ് ആക്ച്വലി. അപ്പൊ ഗൈഡൻസിന്റെ കൂടെ കൗൺസിലിംഗ് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗൈഡൻസ് എന്നുള്ളത് കരിയർ ഗൈഡൻസ്, അവിടെ ഇൻഫർമേഷൻ ബേസ്ഡ് ആണ്. ഇന്ന രീതിയിലേക്ക് പോകാം, ഇന്ന രീതിയിലേക്ക് ആവാം. അഡ്വൈസറി ആണ് ഗൈഡൻസ്. ഇത് ചെയ്താൽ എടുത്താൽ നല്ലതായിരിക്കാം, ഇതെടുക്കൂ അതെടുക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ടി വിയിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടു കാണും. ഒരു കരിയർ വിദഗ്ധൻ, വാര്യർ സാറോ വെങ്കടേഷൻ സാറോ പോലെയൊക്കെയുള്ള ഒരു കരിയർ വെങ്കട്ടരാമൻ സാറെയൊക്കെ പോലെയുള്ള ഒരു കരിയർ വിദഗ്ധൻ വന്നിട്ട് ഇരുന്ന് പറയും. അല്ല, നമുക്ക് വ്യക്തിപരമായിട്ടും പോയി കാണാം. ഇന്ന ജോലികളാണ് ഏറ്റവും നല്ലത്, ഇന്ന ജോലികൾക്കുള്ള സാധ്യതകൾ, ഇന്ന രീതിയിൽ ഇതാണ് ജോലികൾ എന്നൊക്കെ പറയുന്ന ഇതാണ് ഒരു ഗൈഡൻസ്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തു വരുമ്പോൾ ഇന്ന ജോലി, ഇന്ന ഇതൊക്കെ ഗുണങ്ങൾ, ഇന്നത് എന്നൊക്കെയുള്ള അതിന്റെ ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രക്രിയയാണ് കരിയർ ഗൈഡൻസ് വരുന്നത്. ഗൈഡൻസും കൗൺസിലിംഗ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഒറ്റ പ്രോസസ്സിൽ ചെയ്യാന്നല്ല, രണ്ടും ഒരാൾക്ക് പല ഘട്ടങ്ങളിലായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കരിയർ കൗൺസിലിംഗ് അങ്ങനെയല്ല, അതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഈവൻ ഗൈഡൻസ് കൂടി അതിൽ നമുക്ക് ഉൾപ്പെടുത്താമെന്നുള്ള അതാണ്. അതൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതേപോലെ തന്നെ ഒരു സൈക്കോളജി ബേസ്ഡ് കാര്യമാണ് കരിയർ കൗൺസിലിംഗ്. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് നമുക്കുണ്ടാവുന്ന, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള ഒരു പല കാര്യങ്ങളും വളരെ വിശദമായ രീതിയിൽ അറിഞ്ഞ് അതിന്റെ അനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കരിയർ കൗൺസിലിംഗ്. മിക്കവാറും കരിയർ കൗൺസിലിംഗ് ഒരു ഷോർട്ട് ടേം പ്രക്രിയയാണ്. ഒരുപാട് കാലമൊന്നും കരിയർ കൗൺസിലിംഗ് ഇല്ല. കൗൺസിലിംഗ് നമ്മൾ സാധാരണ ഏതൊരു കൗൺസിലിംഗ് പോലെ തന്നെ അതിന്റെ തുടക്കവും ഒരു അവസാനവും ഉണ്ട്, അതിന്റെ ഒരു എൻഡ് ഉണ്ട്. അപ്പം കൗൺസിലിംഗ് നമുക്കറിയാവുന്നതാണല്ലോ, കൗൺസിലിംഗ് ഏറ്റവും അവസാനം ടെർമിനേഷൻ എന്നുള്ള ഒരു പ്രക്രിയ ഉണ്ട്. അപ്പൊ ഈ ഒരു കരിയർ കൗൺസിലിംഗ് അങ്ങനെ തന്നെ ഒരു ടെർമിനേഷൻ, ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷെ ഗൈഡൻസും ഷോർട്ട് ടേം ഒക്കെ തന്നെയാണ്, പക്ഷെ അത് കുറേ കൂടി ഇൻഫോർമൽ ആണ് ഒരു പ്രക്രിയ നടക്കുന്നത്. ഇതേപോലെ സമാനമായിട്ടുള്ള വേറൊരു മേഖലയാണ് കരിയർ കോച്ചിങ് എന്നുള്ളത്. കരിയർ കോച്ചിങ്ങും കൗൺസിലിംഗും രണ്ടാണ്. അപ്പൊ കരിയർ കൗൺസിലിംഗിന് ഒരു വൈദഗ്ധ്യമുള്ള ആൾക്ക് ചിലപ്പോൾ കരിയർ കോച്ച് ചെയ്യാൻ പറ്റില്ല. കരിയർ കോച്ചിങ് നമ്മൾ വേറെ രീതിയിൽ പഠനങ്ങളും വേറെ രീതിയിൽ ട്രെയിനിങ്ങും എടുക്കേണ്ടതായിട്ടുണ്ട്. കോച്ചിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അത് കോച്ചിങ് ഒരു മേഖലയും, ആ ഒരു മേഖലയിൽ ഇന്റർനാഷണൽ കോച്ചിങ് ഫൗണ്ടേഷന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അവർ പറയുന്ന കുറെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കോച്ചിങ് എന്നുള്ള പ്രക്രിയ. അതിന് എഡ്യൂക്കേഷൻ എടുക്കണം. പിന്നെ അതിൽ വളരണമെങ്കിൽ നമുക്ക് ICF-ന്റെ അക്രഡിഷൻസും ക്രെഡൻഷ്യൽസും ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിൽ ഉള്ള ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രധാനമായിട്ടും കൗൺസിലിംഗിലും ഇതിനുള്ള സാദൃശ്യം എന്നത് രണ്ടും ഒരു ലിസണിംഗ് ബേസ്ഡ് പ്രക്രിയയാണ്. പക്ഷെ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഗോൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒരു ഗോൾ, ആ ഗോളിലേക്ക് എങ്ങനെ ഒരു വ്യക്തിക്ക് എത്താം, ആ വ്യക്തിയുടെ തന്നെ ഉള്ളിലുള്ള എല്ലാ ഉത്തരങ്ങളെയും പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോച്ചിങ് പ്രക്രിയയിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതൊരു ഹൈലി പ്രൊഫഷണൽ ആണ്. കൗൺസിലിംഗ് പോലെ തന്നെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് കരിയർ കോച്ചിങ് എന്നുള്ള പ്രക്രിയ. ആ ഒരു പ്രക്രിയയ്ക്ക് സാദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ കൗൺസിലിംഗും കോച്ചിങ്ങും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ഗ്രോത്ത് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ, ഗോൾ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയയിൽ കരിയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഇത് ഉത്തരം നൽകുന്നില്ല. കോച്ചിങ്ങിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൗൺസിലിംഗിലേക്ക് പോകണം. പ്രശ്നങ്ങൾ ഇല്ലാതെ കൺഫ്യൂഷൻസുകളും ഉത്തരം കിട്ടാത്ത അവസ്ഥകളും ഒരുപാട് ഡൗട്ട്സും ഉള്ള ഒരു അവസ്ഥ മാത്രമാണെങ്കിലാണ് കോച്ചിങ് ചെയ്യുന്നത്. കോച്ചിങ്ങും അതിന്റെ കൂടെ കൗൺസിലിംഗും ചെയ്യാവുന്നതാണ്. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യമില്ല. പലപ്പോഴും നമ്മളൊരു വ്യക്തിയെ അന്വേഷിക്കാൻ വിട്ടാൽ തന്നെ, ഒരു ഫെസിലിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ആ വ്യക്തി പോകുമ്പോൾ തന്നെ ആക്ച്വൽ പല ഉത്തരങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കും. അപ്പൊ ഒരു കോച്ചിങ്ങിന്റെ ഇത് തന്നെയാട്ടോ മറ്റു മേഖലയിൽ ഈ പറഞ്ഞ കൗൺസിലിംഗ്, മറ്റ് പേഴ്സണൽ കൗൺസിലിംഗിനൊപ്പം തന്നെ പേഴ്സണൽ കോച്ചിങ്ങും ഉണ്ട്. ഇപ്പൊ ലൈഫ് കോച്ചിങ് ഒക്കെ ഒരു ഏരിയയാണ്. അപ്പൊ കോച്ചിങ്ങും കൗൺസിലിംഗും തമ്മിൽ അങ്ങനെ ആ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. രണ്ട് പ്രക്രിയകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കോച്ചിങ്ങിന്റെ ഒരു പ്രവർത്തനം അങ്ങനെയാണ്. ഇനി വേറൊരു ഇതാണ് കരിയർ മെന്ററിങ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചും കൂടി ലോങ് ടേം ആയിട്ടുള്ള വളരെയധികം സ്പെസിഫിക് ആയിട്ടുള്ള ഇതൊരു കണക്കിന് മറ്റ് നമ്മൾ കൈ പിടിച്ച് പൊന്തിച്ച് കൊണ്ടുപോകാന്ന് നമ്മൾ പറയുന്ന ഒരു സ്കഫോൾഡിങ് പ്രോസസ് ആണ്. ഇവിടെ മറ്റ് 3 പ്രക്രിയയിലും സ്കഫോൾഡിങ് നടക്കുന്നില്ല.
സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടീനെ കൈ പിടിച്ച് നടക്കാൻ സഹായിക്കുന്നത് പോലെ നമ്മൾ കൈ എടുത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ്. ഇവിടെ ഒരു മെന്റർ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നമ്മളെടുത്ത് മെന്ററിങ് ഇതൊരു വേറെ വലിയൊരു മേഖലയാണല്ലോ. ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണിത്. ഒരു വ്യക്തി വരികയാണെങ്കിൽ, ഒരു മെന്ററിന്റെ അടുത്ത് വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടുന്നതായിട്ടുള്ള കരിയറിന്റെ എല്ലാ സാധ്യതകളും മെന്റർ പോയി കണ്ടുപിടിച്ച് മെന്റർ അതിന് പലപ്പോഴും വളരെ സീരിയസ് ആയി ഗവേഷണം നടത്തി അതിലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ഈ ഒരു വ്യക്തിക്ക് കൊടുത്ത് ആ വ്യക്തിയെ ഇതിലേക്ക് പ്രവർത്തിക്കാനായി പ്രേരിപ്പിച്ച് ആ വ്യക്തിയുടെ കൂടെ നടന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു 2, 3, 4, 5 വർഷങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതിലൂടെ ഈ ഒരു വ്യക്തി ഒരു പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു സാധ്യതയിലേക്കോ എത്തുന്ന ഒരു പ്രക്രിയയാണ് മെന്ററിങ്. അപ്പൊ ഇവിടെ കരിയർ മെന്ററിംഗ് ആണ്. മെന്ററിംഗ് പല ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് കോച്ചിങ് പറഞ്ഞ പോലെ തന്നെ മറ്റ് പല മേഖലയിലും മെന്ററിംഗ് ആക്ച്വലി ഉണ്ട്. നമുക്കൊരു മെന്ററിന്റെ സഹായം തേടാവുന്നതാണ്. പക്ഷെ മെന്ററിന്റെ സഹായം തേടുമ്പോൾ അതൊരു ലോങ് ടേം പ്രോസസ് ആണെന്ന് ആലോചിക്കണം. ഒരു 5 വർഷം, 6 വർഷം, 7 വർഷം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള മെന്ററിംഗ് പ്രോസസ്സുകളുണ്ട്. മെന്ററിംഗും കൗൺസിലിംഗും വ്യത്യസ്തമാണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ, കൺഫ്യൂഷൻസ് വരുമ്പോൾ, കരിയറിലേക്കുള്ള ഈ ഒരു ദിശ വഴി തെറ്റുമ്പോൾ ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കൗൺസിലിംഗിലൂടെ കൂടുതലായിട്ട് നടക്കുന്നത്. മാറ്റിക്കോളൂ, സ്ലൈഡ് മാറ്റിക്കോളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരിയർ പാത്ത് എന്ന് പറഞ്ഞതിൽ. കരിയർ പാത്തിൽ ആദ്യം എക്സ്പ്ലോറേഷൻ വരുന്നു, ആ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു, അതിലൊരു മിഡ് കരിയർ വരുന്നു, ലേറ്റ് കരിയർ വരുന്നു, റിട്ടയർമെന്റ് വരുന്നു. ഇത്തരത്തില് ഒരു ലോങ് ടേം, ഒരു 10-40 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് കരിയർ പാത്ത് എന്നുള്ളത്. ഈ ഒരു കരിയർ പാത്തിൽ എവിടെ വേണമെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വരാം. ഒരു 40 വയസ്സുള്ള ഒരു മിഡ് കരിയറിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിക്കും കരിയർ പ്രോബ്ലംസ് വരാം. ആ കരിയർ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് ഒരു കരിയർ കൗൺസിലറിന്റെ സഹായം തേടാം. അല്ലെ ലേറ്റ് കരിയറിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ റിട്ടയർമെന്റുമായിട്ട് അടുത്ത കാലത്ത്, ഒരു ചെറിയ ഒരു കാലത്ത് ലേറ്റ് കരിയറിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ വരാം. റിട്ടയർ ചെയ്യാൻ പോകുന്നു, എങ്ങനെ ഒരു കരിയർ ഷിഫ്റ്റിലേക്ക് ഇനി വരണം എന്നുള്ള ഇത് വരുമ്പോൾ അവിടെ കരിയർ കൺഫ്യൂഷൻസും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ആങ്സൈറ്റിയും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സും മറ്റു മാനസിക പ്രയാസങ്ങളും ഒക്കെ വരാം. കൺഫ്യൂഷൻസ്, അവിടെ ഇറാഷണൽ ബിലീഫ്സ് എല്ലാം വരാം. ഇത് ഏത് സമയത്തും വരാം. അവിടെയൊക്കെ നമുക്ക് ഇതിനെ സഹായിക്കാനായിട്ട് റിട്ടയർമെന്റിന് ശേഷം വരാം. ഒരു റിട്ടയർ ആയിട്ടുള്ള വ്യക്തികൾ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു കരിയർ കൗൺസിലിന്റെ സഹായം ചിലപ്പോൾ തേടാവുന്നതാണ്, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ. ഇങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും ഈ ഒരു കരിയർ പാത്തില് സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് കരിയർ കൗൺസിലിങ്ങിലൂടെ സാധ്യമാണ്. അത് ഒട്ടുമിക്കവാറും പ്രശ്നങ്ങൾ ഈ കരിയർ കൗൺസിലറിങ്ങനെ വരുന്നത്, കരിയർ കൗൺസിലിംഗിന്റെ അടുത്തേക്ക് കിട്ടുന്ന കേസുകളിൽ മിക്കവാറും വരുന്നത് ഒരു എക്സ്പ്ലോറേഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലുള്ള കേസുകളായിരിക്കാം മിക്കവാറും വരുന്നത്. ഇപ്പോൾ നമ്മളൊരു സാധാരണ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ മാത്രം നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വരിക. ഒരു കുട്ടി, അത് ഒരു എക്സ്പ്ലോറേഷൻ സ്റ്റേജിലുള്ള ഒരു ക്ലയന്റ് ആണ്. ഒരു 10 ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് അറിയുന്നില്ല കരിയർ എന്നുള്ളത്. അപ്പൊ ആ കരിയറിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്ലോറേഷൻ സ്റ്റേജിൽ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ക്ലയന്റ്. പക്ഷെ ഒരു ഏർലി എസ്റ്റാബ്ലിഷ് ചെയ്തു, അവിടെ വരുന്ന പല കൺഫ്യൂഷൻ, ഇനി അങ്ങോട്ട് എന്ത് പോവാം, അതിന്റെ ഇടയിൽ വരുന്ന ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ വ്യക്തിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കാനോ പറ്റുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിൽ വരുന്ന ഒരു കരിയർ കൗൺസിലിംഗ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ഈ കരിയർ പാത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കരിയർ കൗൺസിലിംഗ് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. മാറ്റിക്കോളൂ. സ്ലൈഡ് മാറ്റിക്കോളൂ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഇത് തന്നെയാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് കൗൺസിലിംഗ് ഇൻ കരിയർ പാത്ത് ഡെവലപ്മെന്റ്. അത് ഒന്ന്, ഫെസിലിറ്റേറ്റ്സ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് അവെയർനെസ്. ഒരു സെൽഫ് അവെയർനെസ് ആണ് ഒരു പ്രധാനമായിട്ടും ഈ കരിയർ കൗൺസിലിംഗിന്റെ ഒരു ടൂൾ. ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന, ഇപ്പൊ എനിക്ക് എന്നെ കുറിച്ചുണ്ടാവുന്ന ബോധം, ഞാൻ അറിയുന്നു ഞാൻ ആരാണെന്ന്, ഞാൻ എന്നെ കുറിച്ച് അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്തെല്ലാം അറിയുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ ഒന്ന് വരുന്നത്, എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ എനിക്കുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതേപോലെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഇതിന്റെ സംഘാടകർ എന്നോട് പറയുമ്പോൾ ഞാൻ ശരി, എനിക്ക് ഈ ക്ലാസ് എടുക്കാം. ഈ ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്തത് കരിയർ എന്നുള്ള മേഖല, അപ്പൊ ഈ ഒരു മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടാകും.
അപ്പൊ ആ ഒരു പ്രവർത്തനം വരുമ്പോൾ എനിക്ക് ഒരു സെൽഫ് ഒരു അവയർനെസ്, എനിക്ക് ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പറ്റും, നല്ല രീതിയിൽ എടുക്കാനായിട്ട് പറ്റും. അതൊരു നമ്മുടെ കഴിവിനെ കുറിച്ച്, നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അതിന് മാത്രം നിൽക്കുന്നില്ല. ഈ ഒരു കരിയർ കൗൺസിലിംഗ് ഞാൻ ചെയ്യുമ്പോൾ എന്തെല്ലാം ഞാൻ ചെയ്യുന്നു, അപ്പൊ അതിലുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നേട്ടം എന്നുള്ളത് എന്റെ സെൽഫ് നേട്ടമല്ല. ഞാനൊരു കരിയർ കൗൺസിലറായി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന സെൽഫ് നേട്ടം, എനിക്ക് പൈസ കിട്ടും, എനിക്ക് ക്ലയൻസ് വരും, എനിക്ക് ഉള്ള നേട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഒരു ലെവലിലുള്ള നേട്ടമാണ്. പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന, സമൂഹത്തിനുണ്ടാവുന്ന നേട്ടം, ഞാൻ നല്ല രീതിയിലാണോ കുട്ടികളെ മോൾഡ് ചെയ്ത് വിടുന്നത്, ഞാൻ ഇവരുടെ പാത ശരിയായ രീതിയിലാണോ ചെയ്യുന്നത്, ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള അവയർനെസ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാവുമ്പോൾ നമുക്കൊരു ഒരു ഫീൽ വരും. ആ ഒരു ഫീൽ ആക്ച്വലി ഈ ഒരു കരിയർ പ്രോഗ്രസ്സിന് വളരെ അധികം ആവശ്യമാണ്. അതായത് ഇതിന്റെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടും. കരിയർ എന്നുള്ളതിന് പൈസ ഒരു കാര്യമാണ്. അതായത് സാലറി അല്ലെങ്കിൽ പ്രോഫിറ്റ്, ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാനിപ്പോ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ഒരു ജോലി നിങ്ങൾ മിക്കവാറും ആളുകൾ ജോലി എടുക്കുന്ന ആളുകളായിരിക്കാം. ഈ ജോലിയിൽ നിങ്ങൾക്ക് പണം ലഭിക്കുന്നു. ഈ പണം ലഭിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ എല്ലാവരും സംതൃപ്തരാണോ? ആ ഒരു സംതൃപ്തിയുടെ ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അവിടെ ഒരു പലപ്പോഴും ഒരു പോസ് അല്ലെങ്കിൽ ഒരു ഉത്തരം മുട്ടൽ ഒക്കെ പല ആളുകൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സംതൃപ്തരാണോ? ചിലപ്പോ ഒരു ഉത്തരം ഒറ്റയടിക്ക് നിങ്ങൾ അല്ല എന്ന് പറഞ്ഞേക്കാം. അല്ല, ഞാൻ സംതൃപ്തനല്ല. ചിലപ്പോൾ നിങ്ങൾ പറയും സംതൃപ്തൻ ഒരു 60% സംതൃപ്തി ഉണ്ട്, എന്നാലും ഒരു പൂർണ്ണത ഇല്ല ഈ ഒരു ജോലിക്ക്, ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണത ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു 60, 40, 50 എന്നുള്ള കുഴപ്പമില്ല. പലപ്പോഴും നമ്മൾ മലയാളികളുടെ ഉത്തരമാണല്ലോ, എങ്ങനെ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു ഉത്തരം കുഴപ്പമില്ല. അവിടെ കുഴപ്പമില്ല എന്നേ ഉള്ളൂ. കുഴപ്പമില്ല എന്നുള്ളത് ഉത്തമം എന്നല്ല, ഇറ്റ്സ് ഓക്കെ, ഒരുവിധമൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, വലിയ പ്രയാസങ്ങളൊന്നുമില്ല, എന്നാ ഒരു ഗംഭീരമെന്ന് പറയാനായിട്ടും പറ്റില്ല. അപ്പൊ ഈ രീതിയിലുള്ള കുഴപ്പമില്ല എന്നുള്ള ഒരു സ്റ്റേജ് ഉത്തരം, ഈ കുഴപ്പമില്ല എന്നുള്ള ഉത്തരം പറയുന്ന ആളുകൾ ഒരു ലെവലിൽ, കുഴപ്പമാണ്, മൊത്തത്തിൽ കുഴപ്പമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ വേറെ ഒരു ലെവലിൽ. ഇനി ഇതൊന്നും അല്ല, പൂർണ്ണമായ സംതൃപ്തി ഉണ്ട്, അല്ലെ 80%, 90% സംതൃപ്തി ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ മറ്റൊരു മേഖലയിൽ. ഇതിൽ നമ്മൾ ഈ ഒരു പൂർണ്ണമായും സംതൃപ്തി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ആളുകളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവരോട് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സംതൃപ്തി, അവർ പറയുന്നത് പണം എന്നുള്ളത് ഒരു ഫാക്ടർ ആണെങ്കിൽ കൂടിയും ഈ പണത്തിനുപരിയായിട്ട് എൻ്റെ ജോലിയിൽ എനിക്ക് കൺട്രോൾ ഉണ്ട്, എൻ്റെ ജോലിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ആദ്യം തൊട്ടേ പണ്ടുകാലം തൊട്ടേ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ആണ് ഞാൻ ചെയ്യുന്നത്. ആ ആഗ്രഹിച്ച കാര്യങ്ങൾ ഫലപ്രദമായി മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങളായിരിക്കാം പലപ്പോഴും വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും നല്ലല്ല, സംതൃപ്തി എന്നുള്ളത് ഒട്ടും എനിക്കില്ല എന്ന് പറയുന്ന ആളുകളോട് ചോദിച്ചാൽ എന്ത് ഉത്തരമായിരിക്കും തരിക? അവര് പറയുന്നത്, ഞാൻ ഒരു മെഷീനെ പോലെയാണ്, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലത്തെ ക്രിയകളൊക്കെ ചെയ്യുന്നു, എന്തോ ഒരു മെഷീൻ എന്നുള്ള രീതിയിൽ ഞാൻ 8 മണി അല്ലെങ്കിൽ 9 മണിക്കോ ഞാൻ യാത്രയാവുന്നു, ജോലി സ്ഥലത്ത് പോകുന്നു, അവിടെ ഞാനൊരു മെഷീനെ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. ഇത്തരത്തിൽ ഞാൻ എന്നുള്ള രീതിയിൽ, എൻ്റെതായ രീതിയിൽ, ഞാൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ വ്യക്തിത്വം ഇവിടെ ഒരിക്കലും പ്രകടമാകുന്നില്ല. ഇനി ഞാനൊരു ദിവസം ഈ ജോലി രാജിവെച്ച് പോയാലും ഒരു മാറ്റവും ആ ജോലി സ്ഥാപനത്തിൽ വരില്ല. ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ, പലപ്പോഴും ട്രാൻസ്ഫർ ഒക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ, ഇവിടുന്ന് ഒരാൾ ട്രാൻസ്ഫർ പോയി അപ്പുറത്ത് ഒരാൾ വന്നു, ആ ട്രാൻസ്ഫർ ആയി പോയാൽ ആ ഒരു ഓഫീസ് അതുപോലെ തന്നെ പിറ്റേ ദിവസം നടക്കുന്നുണ്ടാവും. ഈ ഒരു വ്യക്തി പോയി എന്നുള്ളത് കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഇവിടെ ചെയ്യാനായിട്ടുള്ള, എനിക്ക് അവിടെ ചെയ്യുന്നത് വളരെ ഒരു മെഷീന്റെ ഒരു പാർട്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ തിരിച്ചു വരുന്നു, മാസാവസാനമാകുമ്പോൾ കൃത്യമായ ശമ്പളം ലഭിക്കുന്നുണ്ട്, മോശമല്ലാത്ത ശമ്പളം ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു ഉത്തരമായിരിക്കാം പലപ്പോഴും ഈ ഒട്ടും സംതൃപ്തി ഇല്ല എന്ന് പറയുന്ന ആളുകൾ തരുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനുള്ള ഒരു അവസരം അവിടെ
ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഒരു പേഴ്സണൽ ഗ്രോത്തിന് അവസരം ഉണ്ടെങ്കിൽ നമ്മൾ സംതൃപ്തരായിരിക്കാം. അപ്പൊ അവിടെ അതാണ് ഫെസിലിറ്റേറ്റ്സ് പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സംതൃപ്തി ഇല്ലാത്ത ആളുകളെ നമുക്ക് പലപ്പോഴും കൗൺസിലിങ്ങിലൂടെ കുറച്ചെങ്കിലും സംതൃപ്തിയിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും കൗൺസിലിങ്ങിലൂടെ. അല്ല, ഇനി കോച്ചിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഒരു തീരെ ഒട്ടും സംതൃപ്തി എനിക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി വേറൊരു സാധ്യത, വേറൊരു ജോലിയിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പറ്റാവുന്ന വേറൊരു മേഖലയുണ്ട്, ആ മേഖലയിലേക്ക് ഞാൻ പോയാലോ എന്ന് ഉള്ള സംശയത്തിലിരിക്കുന്ന ആളുകളെ ഒരു കോച്ചിങ്ങിലൂടെ അതാണ് നിങ്ങൾക്ക് നല്ലതെങ്കിൽ അത് തന്നെ എടുക്കൂ എന്നുള്ള ആ ഒരു ആത്മധൈര്യം കിട്ടുന്ന ഒരു പ്രക്രിയയിലൂടെ നമുക്ക് കോച്ചിങ്ങിലൂടെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെയാണ് ഫെസിലിറ്റേറ്റ്സ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് അവയർനെസ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ വരുന്നത് എൻഹാൻസസ് എംപ്ലോയബിലിറ്റി ത്രൂ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പലപ്പോഴും എംപ്ലോയബിലിറ്റി, നമുക്ക് ജോലി ലഭിക്കുന്നില്ല, പല ആളുകൾക്കും ജോലി ലഭിക്കുന്നില്ല. ഇപ്പൊ ഒരു കുട്ടി ഒരു 100 ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, പക്ഷെ 100ലും പരാജയമായി. അപ്പൊ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ, എന്താണ് എനിക്ക് ജോലി കിട്ടാത്തത്, എനിക്ക് എന്താണ് കുറവ്, മറ്റുള്ള ആൾക്കാർക്ക് ഇല്ലാത്തത് എന്താണ് എനിക്കുള്ളത്. അപ്പൊ ആ കുട്ടിക്ക് ചിലപ്പോ ചെറിയ എന്തെങ്കിലും പോരായ്മകളായിരിക്കും ആ കുട്ടിയുടെ പെർഫോമൻസിലുള്ളത്. ഇപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് മാക്സിമം ഇന്റർവ്യൂ ചെയ്തിരിക്കും. ആ ഇന്റർവ്യൂയിലൂടെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഈ കുട്ടിക്ക് പ്രസന്റ് ചെയ്ത് വരാനുള്ള എന്തോ ഒരു കഴിവുകേട് അവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു കഴിവ് മിസ് ചെയ്തുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ചെറിയ രീതിയിലുള്ള പോരായ്മകളായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള പോരായ്മകൾ ഈ വ്യക്തി മനസ്സിലാക്കുകയാണെങ്കിൽ, അവിടെ ഒരു സ്കിൽ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സ്കില്ലാണ് എനിക്ക് ഇല്ലാത്തത്, അപ്പൊ ആ സ്കിൽ ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ആ കുട്ടിയെ കടക്കുവാനും, ആ സ്കിൽ ഉണ്ടാക്കിയതിനു ശേഷം ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ ക്ലിയർ ചെയ്ത് പോയി ജോലി കിട്ടാനായിട്ടുള്ള അവസരങ്ങളും ഉണ്ട്. അവിടെയാണ് ഈ കോമ്പറ്റീഷൻ ബേസ്ഡുള്ള ഒരു കോമ്പറ്റൻസി ഇതിൽ കുറവ് വരികയാണെങ്കിൽ ആ കുറവ് കണ്ടുപിടിക്കാം. പലപ്പോഴും അത് അറിയില്ല നമുക്ക്, ചിലപ്പോൾ സ്കില്ലാവണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡായി മാറാം. നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളിൽ, നമ്മളുടെ മുഖഭാവങ്ങളിൽ, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ പ്രതിഫലിക്കുന്ന ചിലപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കാം. നമ്മൾ പലപ്പോഴും നമ്മളെ ആറ്റിറ്റ്യൂഡുകൾ കാണിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് അറിയാം, പക്ഷെ നമുക്ക് അറിയണമെന്നില്ല. അപ്പൊ ഇതെല്ലാം ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ, ഒരു കൗൺസിലിംഗ് പ്രക്രിയയിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവർ ഉദ്ദേശിച്ച ജോലി ലഭിക്കുകയും അവർക്ക് ഉന്നതിയിലേക്ക് എത്തുവാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ സപ്പോർട്ട്സ് ഇൻഡിവിജ്വൽസ് ഇൻ ഓവർകമ്മിങ് കരിയർ ചാലഞ്ചസ് ആൻഡ് സെറ്റ് ബാക്സ്. പലപ്പോഴും കരിയർ ചാലഞ്ചസ് വരാം. ഒരു ഉദ്ദേശിച്ച പ്രൊമോഷൻ ലഭിച്ചില്ല, ഉദ്ദേശിച്ച റിസൾട്ട് വന്നൊരു പ്രോജക്റ്റ് ചെയ്തു, പക്ഷെ ആ ഒരു രീതിയിൽ അതിന്റെ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് വന്നില്ല, എഫേർട്ട് ഇട്ടു പക്ഷെ വന്നില്ല. അപ്പൊ വരുന്നത് ഒരു ചലഞ്ചാണ്. അവിടെ സെറ്റ് ബാക്ക് വരാം. പലപ്പോഴും മുന്നോട്ട് പോയി കുതിച്ചു, പക്ഷെ ആ കുതിപ്പിനനുസരിച്ച് മുന്നോട്ട് വന്നില്ല, അല്ലെങ്കിൽ പുറകോട്ട് പോയി. ഇതെല്ലാം വരുമ്പോൾ, ഈ സെറ്റ് ബാക്ക് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളുണ്ട്. ഇവിടെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, ഒരു കൗൺസിലറിന് സഹായിക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ഇറ്റ് ഇസ് പോസിബിൾ ഫോർ us ടു മേക്ക് ദാറ്റ് ഇൻഡിവിജ്വൽസ് ടു ഓവർകം, അവരെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതേപോലെ ഉണ്ടാകുന്ന കൗൺസിലിംഗിന്റെ വേറൊരു ഗുണമാണ് ഒരു ഇമ്പോർട്ടൻസ് കരിയർ കൗൺസിലിംഗ് വരുന്നത്. ഇതെല്ലാം ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ഇതെല്ലാം ഒരു പണ്ട് ഈ കോൺസെപ്റ്റ് ഇല്ല കേട്ടോ. പണ്ട് ഒരു ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ജോലി കിട്ടിയാൽ കഴിഞ്ഞു. എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. ജോലി കിട്ടിക്കഴിഞ്ഞു, ഇനി എന്തിനാ പഠിക്കുന്നത്? നിർത്താം, പഠനത്തിന്റെ ആവശ്യമില്ല. പലപ്പോഴും പണ്ട് കാലത്തുള്ള ആളുകൾക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു ബാങ്ക് ടെസ്റ്റ് കിട്ടി, ഒരു ബാങ്ക് ക്ലർക്കായിട്ട് ജോലി കിട്ടി. ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, 2ാമത്തെ വർഷം പഠിക്കുന്ന സമയത്താണ്. അതോടുകൂടി ജോലി കിട്ടി, ഇനി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പഠനം അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ ബാങ്ക് ക്ലർക്കായി 30 വർഷം ബാങ്ക് ക്ലർക്കായി റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോഴും അവിടെ പഠനം എന്നുള്ളത് ജോലിക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ ആ ഒരു ജോലി കിട്ടി, പഠനം നിർത്തി. ആ കാലത്ത് നടക്കുമായിരുന്നു. കാരണം അന്നത്തെ ജോലി, ഒരു ബാങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് കാലങ്ങൾ, ഒരു 1 വർഷം 2 വർഷമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി പഠിക്കുകയും പിന്നെ ചെയ്യുന്ന ജോലി സ്ഥിരമായിരുന്നു. അത് നിരന്തരം എല്ലാ ദിവസവും ചെയ്യുന്നത് ഒരേ ജോലിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് നിരന്തരമായ മാറ്റങ്ങൾ ജോലിയിൽ ഉണ്ടാകുന്നുണ്ട്. ആ ജോലിയിൽ നിന്നും ഈ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ വീണ്ടും തുടർ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് കാണാം, പല ജോലിയുള്ള ആളുകളും മറ്റു സ്ഥാപനങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു IIM പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോയി എക്സിക്യൂട്ടീവ് MBA പോലുള്ള ഡിഗ്രികളൊക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ മാനേജ്മെന്റിലെ ഡിഗ്രികൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ള ഡിഗ്രികൾ പോയി എടുക്കുന്നുണ്ട്. എന്തിനാണ് അവർ എടുക്കുന്നത്? അവരുടെ ജോലിയിൽ അവർക്ക് ഇനിയും സാധ്യത മുന്നേറി മുന്നോട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള കുതിപ്പിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സാധ്യതകൾ, ഇപ്പോൾ ഒരു പഠനം എവിടെ നിന്നോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ജോലിയുടെ സാധ്യതകളും കരിയർ പാത്തും അവിടെ
സ്റ്റാഗ്നന്റ് ആയി പോകും. അപ്പൊ അങ്ങനെ പോകാതെ ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റിയിലേക്ക് നമ്മൾ ഏതൊരു സാഹചര്യത്തെയും, ജോലി സാധ്യതകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോ വേണമെങ്കിൽ മാറാം. ഒരു കോവിഡ് വന്നപ്പോൾ ജോലി സാഹചര്യങ്ങൾ മാറിയതുപോലെ ഏത് സാഹചര്യത്തിൽ നാളെ വേണമെങ്കിൽ മാറാം ഇന്നത്തെ അവസ്ഥ. പക്ഷെ നാളെ ഒരു സാഹചര്യം മാറിയാലും ആ സാഹചര്യത്തിന് ഇണങ്ങുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ജോലിയും മറ്റനുബന്ധമായ ഘടകങ്ങളെ നമ്മൾ മാറ്റിമറിക്കുന്നു, നമ്മൾ അതിനെ ട്യൂൺ ചെയ്യുന്നു, കസ്റ്റമൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഇത് വളരെ ഗംഭീരം. ഇതിന് നമുക്ക് ആക്ച്വലി ഒരു കൗൺസിലിങ്ങിലൂടെ പലപ്പോഴും ആളുകൾ സ്റ്റക്കായി പോകുന്ന ഏരിയകളാണ് ഇതൊക്കെ. ഈ സ്റ്റക്കായി പോകുന്ന ഏരിയകളിലൊക്കെ നമുക്ക് അവരെ സഹായിക്കാനായിട്ടും അവരുടെ നിരന്തരമുള്ള ഈ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. മാറ്റിക്കോളൂ. സ്ലൈഡ് ചെയ്യുന്നത് ഇത് ടൂൾസ് ടെക്നിക്സ് വളരെ ഇതായിട്ടുള്ള ഇതാണ്. നമുക്ക് ഒരുപാട് ടൂളുകളുണ്ട്. ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ടൂളുകൾ വളരെ ഒരു ഉദാഹരണമായിട്ടുള്ള ടൂളുകൾ മാത്രമാണ് കേട്ടോ. അതിൽ തന്നെ ഞാൻ പറഞ്ഞ സാവിക്സ് മോഡൽസിലൊക്കെ കരിയർ കൺസ്ട്രക്ഷൻസ് രീതിയിലൊക്കെ ടൂളൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അവിടുത്തെ അസസ്മെന്റ് വേറൊരു രീതിയിലാണ്. അസസ്മെന്റ് തന്നെ അവർ പറയുന്നില്ല, വേറൊരു രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഒരു പരമ്പരാഗതമായ രീതിയിലുള്ളതാണ് ഞാൻ ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് സൈക്കോമെട്രിക് അസസ്മെന്റ്സ്, ഇമ്പോർട്ടന്റ്ലി ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, പല ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് ഉണ്ട്, പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഇതിലൊക്കെ നമുക്ക് സൈക്കോമെട്രിക് ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് ഓരോ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്വാട്ട് അനാലിസിസ്, അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് വരും. അതുപോലെ ഗോൾ സെറ്റിംഗ് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. ഒരുപാട് സ്മാർട്ട് ഗോൾസ് എന്നുള്ളത് ഒരു മാത്രം ഒരുപാട് ഗോൾ സെറ്റിംഗ് ഫ്രെയിം വർക്ക്സ് ഉണ്ട് അതുപോലെ മൈൽ സ്റ്റോൺ ട്രാക്കിംഗ്, കരിയർ റോഡ് മാപ്സ്, അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കുകൾ നമുക്ക് ടൂൾസ് ആയിട്ട് നമുക്ക് കരിയർ കൗൺസിലിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരുപാട് ടൂൾസ്, ഇതൊക്കെ ഈ ടൂൾസിൽ പല ടൂൾസുകളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടൂൾസിൽ നമുക്ക് ആക്ച്വലി ട്രെയിനിങ് ആവശ്യമായിട്ടുണ്ടാവാം. നമ്മൾ അതിന്റെ ഇതിലെല്ലാം നമുക്ക് ഒരു വൈദഗ്ധ്യം ആവശ്യമുണ്ട്. അപ്പം വൈദഗ്ധ്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം ഒരു കരിയർ കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്. മാറ്റിക്കൊള്ളു അടുത്തതിലേക്ക്. ഇനി ഇപ്പൊ ഇത്രയും ഞാൻ കരിയർ കൗൺസിലിംഗിന്റെ ഒരു ആമുഖമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഉണ്ടാവാവുന്ന ചില ചാലഞ്ചസ്. ഇപ്പൊ ഇതത്ര നമ്മൾ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ ആ ചാലഞ്ചസിൽ കുറച്ച് ചാലഞ്ചസ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാം. അപ്പൊ അതിൽ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മുടെ ഈ സമൂഹത്തില് ഒരു മലയാളി സമൂഹം അല്ലെങ്കിൽ ഒരു ഭാരതീയ സമൂഹം, ഈ ഒരു സമൂഹത്തില് ഇപ്പോഴും നമ്മൾ ഈ ഒരു കരിയർ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് വ്യക്തമായി ഒരു അവബോധം നമുക്കില്ല, ഭൂരിപക്ഷം ആളുകൾക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിലാണ് ഇപ്പോഴും നമ്മൾ പലരും ചിന്തിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പാരന്റ്സ്, 2 സ്റ്റുഡൻസ്, 3 ടീച്ചേഴ്സ്. ഒരു കരിയറിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ 3 ആളുകളാണ്. ടീച്ചേഴ്സിന്റെ അവയർനെസ്, പേരൻസിന്റെ അവയർനെസ്, ഈവൻ സ്റ്റുഡൻസിന്റെ അവയർനെസ്. ഒരു പരമ്പരാഗതമായ ചിന്തയിലേക്ക് വരികയാണെങ്കിൽ പഠിക്കുന്നു, സ്കൂൾ സ്റ്റാർട്ടിങ് ഒരു രീതിയിൽ വരുമ്പോൾ ആദ്യം തന്നെ നല്ലൊരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണം. അതായത് നല്ല സ്കൂള്, പലപ്പോഴും ചില ആളുകൾക്ക് CBSE സ്കൂളായിരിക്കും ഇഷ്ടം. CBSE is the best എന്ന് പറഞ്ഞിട്ട് നല്ലൊരു CBSE സ്കൂളിൽ നമ്മുടെ എറണാകുളം നഗരത്തിലുള്ള അല്ലെങ്കിൽ കോഴിക്കോടുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു നല്ല സ്കൂൾ, ആ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും നല്ലൊരു സ്കൂളിൽ പോയി നല്ല അഡ്മിഷനൊക്കെ കിട്ടി. അത് എപ്പോൾ അഡ്മിഷൻ കിട്ടണം? പലപ്പോഴും സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ LKG അല്ലെങ്കിൽ pre-KG എന്നൊക്കെ പറയുന്ന അവസരത്തിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന സ്കൂളുകളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ബാംഗ്ലൂരൊക്കെ ഉള്ള ചില സ്കൂൾ, ബാംഗ്ലൂർ മാത്രമല്ല ഇപ്പൊ ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ളതാണ്. സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അഡ്മിഷൻ ആകെ കൊടുക്കുന്നത് pre-KG അഡ്മിഷൻ, അതായത് LKGക്ക് മുമ്പുള്ള 1 വർഷം 2.5 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പല സ്കൂളുകളും ഒരു ഫോം വിതരണം ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാവും. ആ ഒരു ദിവസം ആ ഒരു സ്കൂളിന്റെ മുന്നിൽ ക്യൂ ആണ്. പലപ്പോഴും ഫോം ഇത്ര എണ്ണം ഫോമേ അവർ കൊടുക്കുകയുള്ളൂ. ആ ഫോം കിട്ടണമെങ്കിൽ 1 ദിവസം മുമ്പേ അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. പല ആളുകളും പൈസ വെച്ചിട്ട് വരെ ക്യൂവിൽ നിർത്തുന്ന സിസ്റ്റം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബാംഗ്ലൂർ ബിഷപ്പ് കോട്ടൺസിന്റെ ഒക്കെ പോലുള്ള സ്കൂളുകളിലേക്ക് ഉള്ള അഡ്മിഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സ്കൂളിന്റെ മുന്നിൽ ഒരു വലിയ ക്യൂ.
എന്തുകൊണ്ടാണ് ആ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ ഇത്ര വലിയ അടി? കാരണം അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രധാനം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം വളരെയധികം കിട്ടും. ഒന്ന്. രണ്ട്, അവർ വളരെ രീതിയിലുള്ള ട്യൂൺ ചെയ്തെടുത്ത് ഇന്ന രീതിയിലുള്ള ജോലികൾക്ക് ഇവരെ എത്തിക്കാനുള്ള, പ്രധാനമായിട്ടും സയൻസ് സംബന്ധിച്ച ടെക്നിക്കൽ സയൻസും അല്ല, ഈവൻ ടെക്നോളജി സംബന്ധമായിട്ടുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ അങ്ങനത്തെ പരമ്പരാഗതമായ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസിലേക്ക് പിന്നീട് വരുമ്പോൾ ലഭിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി ആദ്യം തൊട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് സെറ്റ് എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് പലർക്കും ഉണ്ട്. ഇനിയല്ല, രണ്ടാമത് ഒരു +2 ഒക്കെയുള്ള ഒരു കാലത്ത് സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ മാത്രം ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ മുന്നേറാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ, ഇങ്ങനെയുള്ള പരമ്പരാഗതമായ കോഴ്സുകളിലേക്ക് മാത്രം പോകുന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് പരമ്പരാഗതമായ കോഴ്സുകൾ? ഈ കോഴ്സുകൾക്കൊക്കെ നല്ല സാധ്യതയുണ്ടെന്നുള്ള നമ്മുടെ ഒരു ധാരണ തെറ്റായ കാരണം ഞാൻ പറയുന്നില്ല, നമ്മളുടെ ഒരു ധാരണ. പക്ഷെ ഈ ഒരു പരമ്പരാഗതമായ കോഴ്സുകളല്ലാതെ ഒരുപാട് മറ്റു സാധ്യതകൾ ഉണ്ട്. ഇപ്പൊ ഒരു പരമ്പരാഗതമായുള്ള ഒരു മെഡിക്കൽ കോഴ്സിലേക്ക് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ ഒരു MBBS കഴിഞ്ഞുകൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് നല്ല രീതിയിലുള്ള ജോലി കിട്ടില്ല. അവിടെ MD ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ MD എടുത്ത് വരണമെങ്കിൽ പിന്നെയും ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് സാമ്പത്തിക ചെലവുകളും വരുന്നു. പക്ഷെ എങ്കിലും നമ്മളെ മനസ്സിലുള്ള ഒരു തോന്നലിൽ ഒരു ഡോക്ടർ എന്നുള്ള ഒരു ജോബ് വളരെ ഉന്നതിയിലുള്ള ഒരു ജോബാണ്. ഞാൻ ഡോക്ടർ ഉന്നതിയുള്ള ജോബ് അല്ല പറയുന്നത്, മറിച്ച് അതേപോലെ മറ്റൊരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകളൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. അവിടെ എന്താണ് ഒരു അവയർനെസ് ഉണ്ട്. അതേ കരിയറിനെ കുറിച്ചുള്ള ആ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടണം, അതിനെ രീതിയിൽ ചെയ്താൽ പോലെ. നല്ല സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ, നല്ല ഇംഗ്ലീഷ് അറിയുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഇതാവുകയാണെങ്കിൽ കിട്ടില്ല എന്നുള്ള ഒരു ധാരണയാണ് പലപ്പോഴും അവിടെ അത് കരിയറിനെ കുറിച്ച് തന്നെ ലാക്ക് ഓഫ് അവയർനെസ് ആണ്. അപ്പോൾ പിന്നെ കരിയർ കൗൺസിലിങ്ങിന്റെ ഇത് പറയേണ്ടതില്ലല്ലോ. അതിനെ കുറിച്ചിട്ടുള്ള അവബോധവും ആളുകൾക്കിടയിലുള്ള പ്രചരവും എല്ലാം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ കരിയർ കോൺസെപ്റ്റ്, ഈ കരിയർ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ പലപ്പോഴും ആളുകൾക്ക് അത്രയധികം മനസ്സിലാക്കാത്തൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ കരിയർ കൗൺസിലിങ്ങിന് വരുന്ന ആളുകളുടെ എണ്ണം കുറയും. അതൊരു ചലഞ്ചാണ്. രണ്ട്, പലപ്പോഴും നമ്മൾ ജോലി എന്നുള്ളത് ഒരു സെറ്റിലിംഗ് എന്നുള്ള കോൺസെപ്റ്റ്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഭാരതീയര് എന്തിനാ ജോലി? എനിക്ക് ലൈഫിൽ സെറ്റിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു 20 വയസ്സുകാരൻ വന്നിട്ട് 20 വയസ്സുകാരന്റെ അച്ഛനമ്മയോട് പറയാം, എനിക്കൊരു ബിസിനസ് തുടങ്ങണം, എന്റെ ആഗ്രഹം, ഞാനൊരു ബിസിനസ് കമ്പനി തുടങ്ങാൻ പോവാണ്. ഉടനെ പേരൻസ് മാത്രമല്ല, മറ്റു കുടുംബക്കാരും നാട്ടുകാരും എല്ലാം ഈ കുട്ടിയെ എതിർപ്പുമായി വരും. ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുവരും. എന്തിനാ കൗൺസിലറുടെ അടുത്ത് കൊണ്ടുവരുന്നത്? ഈ ഒരു കുട്ടി ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മാറണം. എന്തോ ഒരു കുഴപ്പം ഇവനുണ്ട്. ആക്ച്വലി കുഴപ്പമില്ല, അത് ഒരു പുരോഗമനമായ ചിന്തയാണ്. പലപ്പോഴും അവൻ അതിന്റെ ആയിട്ടുള്ള സങ്കല്പങ്ങളും അതിന്റെ ആയിട്ടുള്ള കഴിവും ഐഡിയാസും ഉണ്ടാവും. ചിലപ്പോൾ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ മറ്റു ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക്, ഒരു 100 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് ഈ കുട്ടി വളർന്നു വരാം. പക്ഷേ നമ്മുടെ സമൂഹം ആ ഒരു സങ്കല്പത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി പേരൻസ് എത്തിയെന്ന് തന്നെയായിരിക്കട്ടെ, പേരൻസ് സമ്മതിച്ചു, കുഴപ്പമില്ല, നീ ചെയ്തോ. പക്ഷെ ഒരു വിവാഹാലോചന വരികയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു പെൺകുട്ടിയുടെ പേരൻസ് ചിലപ്പോൾ സമ്മതിച്ചു തരില്ല. എന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊന്നുമില്ല, ബിസിനസ്സാണ്. ആ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഇവിടെയാണ് ഒരു സെറ്റിലിംഗ് എന്നത്, അതായത് കരിയർ എന്ന് നമ്മളൊരു ജോലി നേടുക. അത് ഒരു ജോലി എന്നുള്ളത് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യത്തിനോടൊപ്പം ഇതൊരു നമ്മുടെ ഒരു ടോക്കണായി മാറി. നമ്മൾ സെറ്റിലിംഗ്, ലൈഫ് സെറ്റിലായി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് പലപ്പോഴും വരുന്നത്. ലൈഫ് സെറ്റിൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും നല്ലൊരു സ്ഥാപനത്തിൽ ഒരു ടൈ ഒക്കെ കെട്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഒതുങ്ങുക അല്ലെങ്കിൽ ഒതുക്കുക, സെറ്റിൽ എന്നുള്ള അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, ഈ ഒരു വ്യക്തി ചെറുപ്പകാലത്ത് നല്ല രീതിയിൽ പഠിച്ചു കാണും, പേരൻസിന്റെ നിർബന്ധം കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തമായ ഇതിൽ നിന്ന് പഠിച്ചു കാണും. അങ്ങനെ ഒരു ജോലിയിൽ കയറി, നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു ജോലിയിൽ കയറി. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ വളരെ ഗംഭീരം, നാട്ടിലൊക്കെ വളരെ നല്ല രീതിയിൽ വരുന്നു, നല്ല വരുമാനമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അനുഭവിക്കുന്ന പ്രഷർ, അവിടെ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങള്, അവിടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ, ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു നൈസർഗികമായ ചോദനകളെ പുറത്തേക്ക് എടുക്കാനുള്ള യാതൊരു തരത്തിലുള്ള അവസരങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള കഷ്ടപ്പാടുകൾ, ഇങ്ങനെയൊക്കെ ആ കുട്ടി അനുഭവിക്കുകയും ആ വ്യക്തിയുടെ പേഴ്സണൽ വെൽബീങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന
സ്വാസ്ഥ്യമായ അവസ്ഥ, നമ്മൾ വളരെ സുഖമായിരിക്കുന്ന ഈ ഒരു അവസ്ഥ ചിലപ്പോൾ ഒട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരിക്കാം സത്യം. പക്ഷേ ഇത് ഒരാളും കൺസിഡർ ചെയ്യില്ല. ഇത് വീട്ടിലെന്ന് പറയുകയാണെങ്കിൽ വൈ എന്നുള്ളതായിരിക്കും, ഇതൊക്കെ ജോലിയുടെ ഭാഗത്തുള്ള കഷ്ടപ്പാട്, നീ അത് അനുഭവിച്ചേ പറ്റും, നീ എന്തിനാ വെറുതെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് എന്നുള്ളതായിരിക്കാം വീട്ടിൽ ഇത് പറയുമ്പോൾ വരുന്നത്. എല്ലാം സുഹൃത്തുക്കളുടെ അടുത്ത് പോവുകയാണെങ്കിൽ നിനക്ക് എല്ലാ ജോലിയും ഉണ്ടാകാം, നിനക്ക് നല്ല പൈസ ഉണ്ടല്ലോ, പിന്നെ എന്താ വൈ വാട്ട് ഇസ് യുവർ പ്രോബ്ലം എന്നായിരിക്കാം ചിലപ്പോൾ ചോദ്യം വരുന്നത്. ഇങ്ങനെ സമൂഹത്തിന്റെ ഏതൊരു ആളുകളുടെ അടുത്തേക്ക് പോയാൽ ആളുകൾ കാണുമ്പോൾ എല്ലാം ഗംഭീരമാണ്, പക്ഷേ ഒരിക്കലും ജീവിതം സംതൃപ്തി നിറഞ്ഞതായിരിക്കില്ല, ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കാം. അതെന്തുകൊണ്ടാണ്? ഇഷ്ടപ്പെട്ട മേഖലയിലേക്കുള്ള ഒരു കരിയറിലേക്ക് ഈ വ്യക്തി എത്താത്തതുകൊണ്ടാണ്. മറ്റു പല ആളുകളുടെയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെയൊക്കെ പ്രലോഭനങ്ങൾ കൊണ്ടാവും, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി പ്രഷർ കൊണ്ടൊക്കെ ഈ ഒരു ജോലിയിലേക്ക് എത്തി അവസാനം എത്തിപ്പെടുന്ന ഈ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനെക്കുറിച്ച് നമുക്ക് മിക്കവാറും സമൂഹത്തിന് അവബോധമില്ലാത്തത് കൊണ്ട് തന്നെ പേഴ്സണൽ വെൽബീയിങ്ങിന്, നമ്മുടെ ഈ ഒരു ജോലി മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിനും ഒരു പേഴ്സണൽ വെൽബീയിങ്ങിന് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം പലപ്പോഴും രണ്ടാമതും അല്ല, മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ ആണ് നമ്മൾ പേഴ്സണൽ വെൽബീയിങ്ങിന് നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥാനമേ കൊടുത്തില്ല എന്ന് വരും. അങ്ങനെ ഉള്ള ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ഈ കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഒരു ഇത് പോകുമ്പോൾ പലപ്പോഴും ചലഞ്ചസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അടുത്തൊരു ചലഞ്ച് കൗൺസിലിംഗ് എന്നുള്ള പ്രോസസ്സിൽ വരുന്ന ഒരു ചലഞ്ചാണ്. ഇത് പേഴ്സണൽ കൗൺസിലിംഗുമായിട്ടും പല മേഖലയിലും ഓവർലാപ്പ് ചെയ്ത് വരും. പലപ്പോഴും പേഴ്സണൽ പ്രോബ്ലം ആണോ കരിയർ പ്രോബ്ലം ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ ഈ കരിയർ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി പേഴ്സണൽ കൗൺസിലിംഗിൽ കൂടി വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു വഴി. ഈ രണ്ട് മേഖലയിലും വൈദഗ്ധ്യമുള്ള ആ വ്യക്തിയാകുമ്പോൾ നമുക്ക് പേഴ്സണൽ പ്രോബ്ലംസ് പേഴ്സണലായ രീതിയിൽ പേഴ്സണൽ കൗൺസിലിംഗിലൂടെ നമുക്ക് പരിഹരിക്കാനും കരിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് കരിയർ റിലേറ്റഡ് ആയിട്ട് പരിഹരിക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഇതും ഒരു വലിയ ചാലഞ്ചാണ് ഈ ഒരു മേഖലയിൽ. ഇനി പലപ്പോഴും ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹത്തിന്റെ പല ധാരണകൾ, ഇതെല്ലാം ഈ കരിയർ കൗൺസിലിംഗിന് ചിലപ്പോൾ നമുക്ക് ചലഞ്ചസ് ആയിട്ട് വരാം. എന്തിനാണ് ഈ ഒരു കരിയർ കൗൺസിലിംഗിനെ കാണുന്നത്? കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ ചിന്താഗതി കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഒരു മാനസിക രോഗത്തിനുള്ള ഒരു ചികിത്സ എന്നുള്ള കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവനെന്തോ മാനസികമായ തകരാറുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ സമൂഹം കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൾച്ചറലും സൊസൈറ്റിയിലും ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് പലപ്പോഴും നമ്മളെ ഈ കരിയർ കൗൺസിലിംഗിലേക്ക് സാരമായി ബാധിക്കാം. ഒരു പ്രശ്നമാണ്, ഒരു ചലഞ്ച്. അതേപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഒരു കൗൺസിലിംഗിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജോബ് മാർക്കറ്റിന്റെ ട്രെൻഡ്. പലപ്പോഴും ജോബ് മാർക്കറ്റിന്റെ ട്രെൻഡ് മാറി മറിഞ്ഞ് വരുന്നതാണ്, മാറി മറിയാം. ജോബ് മാർക്കറ്റ് ട്രെൻഡുകൾ പല രീതിയിലും ചോയ്സസും ഇപ്പോൾ ഉള്ള ചോയ്സ് ആയിരിക്കില്ല കുറച്ചു കാലം കഴിഞ്ഞാലുള്ള ചോയ്സും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഇത്രയധികം വളർന്നു വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പല പരമ്പരാഗത ജോലികളും ചിലപ്പോൾ ഇല്ലാതായി എന്ന് വരും. ഇപ്പൊ ഒരു ടീച്ചിങ് ജോബ്, ഒരു ടീച്ചറിന്റെ ജോലി ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് തരുമെങ്കിൽ പിന്നെ അവിടെ ഒരു ടീച്ചറിന്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. ആ ടീച്ചർ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇപ്പൊ ഒരു ടീച്ചിങ് എന്നുള്ളത് ഒരു പരമ്പരാഗതമായ ടീച്ചിങ്ങിൽ നിന്ന് മാറി ഒരു ആധുനികമായ ടീച്ചിങ്ങിലേക്ക് വരുമ്പോഴാണ് ഇവിടെ സാധ്യത വരുന്നത്. അപ്പൊ അവിടെ മാർക്കറ്റ് ട്രെൻഡ്സ്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജോബ് മാർക്കറ്റ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെ ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ്, മറ്റു സമൂഹപരമായിട്ടുള്ള ട്രെൻഡുകൾ ഒക്കെ പലപ്പോഴും മാറി എന്ന് വരാം. അത് ചിലപ്പോൾ പെട്ടെന്ന് മാറ്റം വരിക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോവിഡ് കാലഘട്ടം ഒരു വർഷം കൊണ്ട്, കോവിഡിന് മുമ്പ് 2018 ഉണ്ടായിരുന്ന അവസ്ഥയായിരുന്നില്ല 2021 എത്തിയപ്പോൾ ഉണ്ടായ അവസ്ഥ. പല ജോലി കോൺസെപ്റ്റുകളും പല ഇതും അങ്ങോട്ട് ഒട്ടാകെ മറിഞ്ഞു പെട്ടെന്ന്. അപ്പൊ ആ ട്രെൻഡ് നമുക്ക് ഏത് നിമിഷവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കോവിഡ് തന്നെ ഒരു മഹാമാരി തന്നെ വരണമെന്നില്ല, വേറെ എന്തെങ്കിലുമൊക്കെ വന്നാലും മതി. രീതിയിലുള്ള ജോബ് മാർക്കറ്റിന്റെ നേച്ചർ മാറും. അപ്പൊ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഓരോ വ്യക്തിയും കൗൺസിലിംഗിൽ വരുമ്പോൾ ഓരോ വ്യക്തിയും ആ വ്യക്തി മാത്രമാണ്, ആ വ്യക്തിയുടെ ആവശ്യങ്ങളും അവരുടെ മറ്റുള്ള വ്യക്തിത്വങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇതെല്ലാം ഓരോ വ്യക്തിക്കും കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ കൗൺസിലിംഗ് പ്രക്രിയ മുന്നോട്ട് പോകാനായിട്ട്. ഇതും നമുക്ക് വളരെയധികം ചാലഞ്ചിങ് ഉണ്ടാക്കുന്ന ഒരു
കാര്യം ആണ്. ഇത് പലപ്പോഴും ഒരു കൗൺസിലർ, ഒരു തുടക്കത്തിലുള്ള കരിയർ കൗൺസിലേഴ്സ് ഒരുപാട് ചാലഞ്ചിങ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ യുണീക് നീഡ്സ് എന്നുള്ളത്. ഇത്രയാണ് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോയിക്കോളൂ. ഇത്രയാണ് ഞാൻ ഒരു പ്രസന്റേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കരിയർ കൗൺസിലിംഗിന്റെ മറ്റ് സാങ്കേതിക വശങ്ങളിലേക്ക് എങ്ങനെ ചെയ്യുന്നു എന്റെ അനുഭവങ്ങൾ, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് മാത്രമായിട്ട് കരുതിയാൽ മതി. മറ്റു സംശയങ്ങളിലൂടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാർ, ഒരു വ്യക്തിക്ക് തന്നെ 2 കരിയർ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അത് പോസിബിൾ ആണ് സാർ? അത് പോസിബിൾ ആണ്, പക്ഷേ അതിന്റെ ഓരോ വ്യക്തികളും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ ആ വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കഴിവുണ്ടെങ്കിൽ, സാഹചര്യം ഉണ്ടെങ്കിൽ ഈ രണ്ടും ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇത് വരികയാണെങ്കിൽ സാധ്യമാണ്, കൊണ്ടുപോകാവുന്നതാണ്. അത് ഇപ്പൊ ഒരു ജോലി അത് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു ജോലി, എനിക്ക് ഈ ജോലി ഒരു 60% ഇങ്ങനെ ചെയ്യുന്നു, 40% അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 50-50 ആക്കാം, അല്ലെങ്കിൽ മറ്റൊരു സൈഡ് ബിസിനസ് ആയിട്ട് ഒരു 20% പലപ്പോഴും ചിലപ്പോൾ കരിയർ എന്നുള്ള നിലയ്ക്കല്ലാതെ അവിടെ ഹോബി ആയിട്ട് ചെയ്യാവുന്നതുണ്ട്. പല ജോലി എന്നുള്ളത് നമ്മൾ നിർവചിക്കുമ്പോൾ നമ്മളൊരു കരിയറിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഒരു പ്രൊഫഷനിൽ നമ്മളൊരു ഒരു മാർക്ക് ഉണ്ടാക്കുമ്പോഴാണ് അത് കരിയർ വരുന്നത്. ഒരു മേഖല, ഇപ്പൊ ഒരു സോഷ്യൽ വർക്ക് മേഖലയിൽ എടുക്കുക, ആ ഒരു ഹയർ ലെവൽ സോഷ്യൽ വർക്കർ എക്സ്പേർട്ട് ആയിട്ട് വരുമ്പോഴാണ് അവിടെ കരിയറിലേക്ക് വരുന്നത്. പക്ഷെ ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഒരു ഇന്റർവ്യൂവർ നോക്കുന്നത് ഫോക്കസ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്റർവ്യൂവേഴ്സിന് ഒരു ഇംപ്രഷൻസിൽ ചിലപ്പോൾ ഒന്ന് കുറവ് വരാം. കാരണം എന്താ, ഈ കുട്ടിക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു ഫോക്കസ് ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ വരിക. കാരണം ഒരു മേഖല എടുത്ത് ആ മേഖലയിൽ ഡീപ്പറായിട്ട് പോകുന്ന വ്യക്തിക്ക് കിട്ടുന്ന പ്രാധാന്യം അല്ലെങ്കിൽ എഡ്ജ് എന്ന് പറയുന്നത്, ആ എഡ്ജ് ചിലപ്പോൾ ഒരു 10 കാര്യങ്ങൾ ചെയ്ത, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അത് ഇന്റർവ്യൂ സ്കില്ലാണത്. നമ്മൾ 10 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഏതാ ജോലിക്ക് പോകുന്നത് ആ ജോലിയിലുള്ള മേഖലകൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അവിടെ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതിൽ വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് 2 ഇത് കൊണ്ടുപോകാം, പക്ഷെ ഏതിലാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു കരിയർ പാത്ത് തുറന്നു കൊണ്ടുപോയി നമ്മൾ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നുണ്ട്. നമ്മൾ അവിടുത്തെ ദിസ് ജോബ് ഇസ് ഈക്വൽ ടു മീ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് ആ കരിയർ ഡെവലപ്മെന്റ് ഏറ്റവും ഹയർ ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു ഡോക്ടർ ഫോർ എക്സാമ്പിൾ, ആ ഒരു പ്രൊഫഷനിൽ വന്ന ആ ഒരു ഏരിയയിൽ നമ്മളൊരു സർജറിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു നെഫ്രോളജിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സിലൊരു ഡോക്ടർ വരും, അല്ലെങ്കിൽ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വേറൊരു ഡോക്ടർ വരും. അപ്പൊ ഇവരൊക്കെ ഈ കരിയർ അവരുടേതായിട്ടുള്ള ആ ഒരു സങ്കേതത്തിൽ അവരങ്ങ് ഡീപ്പറായിട്ട് ഇറങ്ങി അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാർ. അപ്പൊ അതാണ് ശരിക്കും കരിയറിന്റെ ഒരു ഹയർ ലെവലായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. നമ്മുടെ പാർട്ടിസിപ്പൻസ് കുറച്ചുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്നോട് പിന്നെ ഒരു കുട്ടിയുടെ ഫാദർ പറഞ്ഞതാണ്, അതായത് ഇവന് പിന്നെ ഓൺലൈനായിട്ടൊക്കെ എഞ്ചിനീയറിങ്ങിനുള്ള കോച്ചിങ് ഒക്കെ കഴിഞ്ഞു, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ കിട്ടി. അപ്പോ ഇപ്പൊ അവന്റെ പ്രശ്നം പറയാണ്, അതായത് അവന് പിന്നെ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോ പിന്നെ കോളേജിൽ ടീച്ചേഴ്സിന്റെ ടാസ്ക് കൊടുക്കുന്നത്. അസൈൻമെന്റ്, ടെസ്റ്റ് പേപ്പറുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ലാബ് റിപ്പോർട്ട് റെഡിയാക്കണം, ഇതൊക്കെ കൂടെ ആയിട്ട് ആകെ സ്റ്റക്കായി എന്ന് പറയാം. അടുത്ത മാസമാണെങ്കിൽ അവന് പിന്നെ സെമിസ്റ്റർ എക്സാം തുടങ്ങുകയാണ്. അപ്പൊ അയാൾ എന്നോട് പറയും, എന്താ ചെയ്യാൻ, നമ്മളല്ലേ ഭയങ്കര സ്റ്റക്കായിട്ടുള്ള, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കുട്ടി മോൻ പറയണ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെ കുടുങ്ങിയ അവസ്ഥയിലാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് ആസ് എ കൗൺസിലർ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അത് ഒരു കൗൺസിലിങ്ങിന്
പോകാവുന്ന ഒരു കേസായിരിക്കും ആണത്. അതില് ഉള്ളത് ഒന്ന്, ഈ ഒരു പലപ്പോഴും പല കുട്ടികൾക്കും പേരൻസിനും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പേ ആ കോഴ്സിനെ കുറിച്ച് അതിന്റെ സാധ്യതകളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചു കാണുള്ളൂ. ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടും, എത്ര ശമ്പളത്തിലുള്ള ജോലി കിട്ടും, എന്തൊക്കെയാണ് ഈ ജോലികൾ എന്നുള്ള സാധ്യതകളെ കുറിച്ച് മാത്രമേ അവർ പഠിച്ചു കാണുള്ളൂ, അവർ അതിനെ കുറിച്ച് മാത്രമേ അന്വേഷിച്ചു കാണുള്ളൂ. പക്ഷെ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് ഈ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പേ അവർക്ക് പലപ്പോഴും അത്ര അറിവ് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കുട്ടി ഇത്രയും പ്രതീക്ഷിച്ചില്ല. കോഴ്സുകൾ പഠിക്കുമ്പോൾ സാധാരണ ഒരു അതുവരെ പഠിച്ച രീതിയിൽ പഠിക്കുക എന്നുള്ളതായിരിക്കും ചിന്തിച്ചാണ്. പക്ഷെ അവിടെ അങ്ങ് പോയി കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ ഒരു ചാലഞ്ചസിനെ ഫേസ് ചെയ്യണം. ഒരു കാലഘട്ടങ്ങൾ, ഒരു 4 വർഷത്തോളമുള്ള ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാവുന്ന എല്ലാ ചാലഞ്ചസിനെയും ഫേസ് ചെയ്യാനായിട്ട് ഈ കുട്ടി അതിന് പര്യാപ്തമാണ്. അതാ പര്യാപ്തമാകുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടിയുടെ മനസ്സെത്തണം. എല്ലാം ഒരു മാനസികമായ ഒരു തലമാണല്ലോ. ഇപ്പോൾ നമ്മള് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ആം ഫോഴ്സിൽ ഒരു കുട്ടി ചേർന്ന് കഴിക്കാം, ഒരു നാഷണൽ ഡിഫൻസ് അക്കാഡമി അല്ലെങ്കിൽ ഒരു പട്ടാളത്തിൽ പോയി ചേർന്നു. അപ്പൊ ഇവിടെ ഒരു പട്ടാളക്കാരനോട് ചോദിച്ചറിയാം, ആദ്യത്തെ ഒരു 2 വർഷം 3 വർഷം എന്നുള്ള കഠിനമായ ലൈഫാണ്. ആ ഒരു കഠിനത തരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പോസ്റ്റിംഗ് കിട്ടുള്ളൂ, ഒരു ഓഫീസർ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ മറ്റ് പോസ്റ്റിലേക്കൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ കഠിനത അവര് പലപ്പോഴും ഇപ്പൊ അത്ര ഇല്ല. പലപ്പോഴും പല ആളുകളും ഓടിപ്പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഓടിപ്പോന്നു, എന്നിട്ട് ഇവിടെ വന്ന് തിരിച്ചു പിന്നെയും പോലീസുകാർ തിരിച്ച് അവിടെ കൊണ്ട് എത്തി, പിന്നെയും അവിടെ കൊണ്ടേ ആക്കി. അപ്പൊ ആ ഒരു കാഠിന്യം എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അതിന്റെ ഇടക്കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് കാഠിന്യങ്ങളും ഒരുപാട് വേദനകളും നമ്മൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ പേരൻസിന് ആവശ്യമുണ്ട്. ഇത് ലഭിക്കാതെയാണ് പല ആളുകളും പല കോഴ്സുകൾക്കും പോയി ചേരുന്നത്. അതിലൊന്ന് കോഴ്സുകളുടെ ഡിമാൻഡ്സ്, 2 തിരഞ്ഞെടുക്കുന്ന കോളേജുകൾക്കും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പങ്ക്. പല കോളേജുകളിലും അവര് തുടർന്ന് വരുന്ന രീതികൾ ചിലപ്പോൾ പരിചിതമല്ലാത്ത രീതികളായിരിക്കാം. അവർ ഒരുപാട് അസൈൻമെന്റ്സും ഒരുപാട് രീതിയിലുള്ള വളരെ ക്ലോസ് ടൈറ്റ് ആയിട്ട് സ്ക്രൂ ചെയ്യുന്ന കോളേജുകളുണ്ട്. മറ്റു കോളേജുകൾ ചിലപ്പോൾ ഒന്ന് ലൂസാക്കി, ഒന്ന് ഒരു ഗ്യാപ്പ് ടൈം ഒക്കെ കൊടുത്ത് ആളുകളെ മനസ്സിലാക്കി നല്ല, പലപ്പോഴും ടീച്ചേഴ്സിന്റെ ഇതുണ്ട്. ചില ആളുകൾ ഭയങ്കര ഒരു ഇൻഹ്യൂമൻ ആയിട്ടുള്ള ടീച്ചേഴ്സ് ചിലപ്പോൾ കാണാം. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് വളരെ സെറ്റ് ചെയ്ത് കാമായി മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നതുണ്ട്. അപ്പൊ അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ രീതിയാണ് പലപ്പോഴും. അപ്പൊ നമ്മൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ആ കോഴ്സ് മാത്രമല്ല ആ സ്ഥാപനത്തെ കുറിച്ചും ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിൽ എനിക്ക് തുടരാൻ പറ്റുമോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, നമുക്ക് നല്ല രീതിയിലുള്ള തീരുമാനം എടുക്കാം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിയർ ഡിസിഷൻ മേക്കിംഗ് ഒരു ഇൻഫോംഡ് ഡിസിഷൻസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഇതൊന്നും സംഭവിക്കാതെ നമ്മൾ പോയി എടുത്തു ചാടുക, അല്ലെങ്കിൽ നമ്മൾ പോയി ഒരു അറിയാതെ നമ്മൾ പോയി ചാടുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ പല ആളുകളും ചാടി പെട്ടുപോയിട്ടുണ്ട്. പെട്ട് കഴിഞ്ഞാൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇൻട്രസ്റ്റിൽ തന്നെയാണ് പോയത്, റിസർച്ച് ചെയ്ത് കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ ചാലഞ്ചസ് ഇതാണ് പറഞ്ഞത്. ഇനിയിപ്പം ഒരു കൗൺസിലർ കണ്ടിട്ട് എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാമെന്ന് ആ കുട്ടിയുടെ മനസ്സിനെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത്. അതെ അതെ, എടുത്തല്ലോ, തീരുമാനം എടുത്തല്ലോ. ഇനിയിപ്പോ അതിൽ ബാക്കപ്പ് ചെയ്തിട്ട് കാര്യം. അതെ അതെ. അപ്പൊ ഇനി മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മാനേജ്, പലപ്പോഴും സ്ട്രെസ് വരുന്നത് സ്ട്രെസ് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ്. സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ ആ പ്രോപ്പർ ടൈം മാനേജ്മെന്റോ അല്ലെങ്കിൽ പ്രോപ്പർ റിസോഴ്സ് മാനേജ്മെന്റോ ഒക്കെ ചെയ്യുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് പറ്റും. ശരി. ചോദിച്ചോളൂ. സർ, ഇപ്പൊ ഞാൻ പേഴ്സണലി കുറച്ച് കേസസ്, അതായത് കരിയർ കൗൺസിലിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളതല്ല, പേഴ്സണലി എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുറച്ച് ഇതിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു മേജർ ഇഷ്യൂ ഉണ്ട്. ലൈക്ക് കുട്ടി ക്ലിയർ ആണ്, കുട്ടിക്ക് ഇന്ന കരിയർ വേണം എന്നുള്ള കാര്യത്തിൽ കുട്ടി ക്ലിയർ ആണ്. മാത്രമല്ല നമ്മള് ഒരു അത്യാവശ്യമായിട്ട് ഇൻഫോർമലി നോക്കുമ്പോൾ കുട്ടിക്ക് അതിനുള്ള ടാലന്റും അല്ലെങ്കിൽ കുട്ടിക്ക് ആ മേഖലയിൽ പോകാനുള്ള കഴിവുകളും ഉണ്ട്. പക്ഷെ പാരന്റ്സ് സമ്മതിക്കില്ല. പാരന്റ്സ് ഈ കുട്ടികളെ നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത് തന്നെ
ഇവള് ഇങ്ങനെ പറയുന്നു, ഞാൻ ട്യൂഷൻ കോച്ചിങ് സെന്ററിൽ പോവില്ല, അവളെ എങ്ങനെയെങ്കിലും കോച്ചിങ് സെന്ററിൽ വിടണം. അല്ലെങ്കിൽ അവൻ പറയുന്നു ഡോക്ടർ ആവില്ല, ഡോക്ടർ ആയ അതെ ഇത് ഇങ്ങനത്തെ. അപ്പൊ നമ്മൾ ഈ പാരന്റ്സിനെ എങ്ങനെ മീൻസ് പാരന്റ്സിനെ ഈ കൗൺസിലിങ്ങിന്റെ ഭാഗമാക്കാതെ നമുക്ക് ചിലപ്പോൾ ഇത് അതെങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് ഒരു കൗൺസിലിങ്ങിന് നമുക്ക് ഇത് കരിയറിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ മറ്റ് ഇപ്പൊ നമ്മൾ ഒരു കപ്പിൾ കൗൺസിലിങ്ങിനൊക്കെ ഉള്ള ഇതുണ്ടല്ലോ, ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ. അപ്പൊ ഒരു വ്യക്തി മാത്രം നമുക്ക് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം വരില്ലല്ലോ. ഇവിടെ ഈ കരിയർ എന്നുള്ളതില് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കരിയർ പാത്ത് ഉണ്ടല്ലോ, ഈ ഒരു പാത്തിൽ ഒരു വ്യക്തിയാണ് സഞ്ചരിക്കുന്നതും കൂടി ഈ ഒരു വ്യക്തി തനിച്ചല്ല ഇവിടെ സഞ്ചരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കരിയർ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ക്രിയേഷൻ ആണ്. ഈ ഒരു ക്രിയേഷൻ ഒരു ഒറ്റയ്ക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചെയ്യുന്ന ക്രിയേഷൻ അല്ല, മറിച്ച് ഇതൊരു കോ ക്രിയേഷൻ ആണ്. അതായത് കുറെ ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ക്രിയേഷൻ ആണ്. അപ്പൊ അതിന് കോ ക്രിയേഷൻസിലേക്ക് വരുമ്പോൾ അവിടെ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പോ ഒരു കുട്ടി, ഈ നേരത്തെ പറഞ്ഞ കേസിലുള്ള കുട്ടി, അപ്പൊ ഈ കുട്ടിയുടെ പാർട്ട്നേഴ്സ് ആണ് പേരൻസ്. അപ്പോ ഈ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള കരിയർ സങ്കല്പങ്ങൾ ഉണ്ടാവും, പക്ഷെ പേരൻസിന് ഉണ്ടാകുന്ന കരിയർ സങ്കല്പങ്ങൾ ഇതുമായിട്ട് യോജിക്കുന്നില്ല. അപ്പം ഇവിടെ വരുന്നത് ഈ പേരൻസ് പലപ്പോഴും ഫോഴ്സിങ് വരുന്നുണ്ട്, ഫോഴ്സ്ഫുള്ളി നീ അത് എടുക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഈ പേരൻസ് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പേരൻസ് മനസ്സിലാക്കേണ്ടത്, ഈ പേരൻസ് ഫോഴ്സ് ചെയ്തിട്ട് ഈ കുട്ടി ചിലപ്പോൾ ഇത് എടുക്കാം, പക്ഷെ ഈ കുട്ടിക്ക് ഇതെല്ലാം ഇഷ്ടമെന്നുള്ള രീതിയിൽ അവന് ഇഷ്ടമില്ലാത്തൊരു കോഴ്സാണ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ കുട്ടി തിരിച്ചടിക്കും. എന്നുവെച്ചാൽ പല ആളുകളും ഇപ്പൊ നമ്മൾ ഒരു 10, 30, 35, 40 വയസ്സ് പ്രായമുള്ള ആളുകൾ ആ കരിയർ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വേറെ കരിയറിലേക്ക് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ പഠിച്ചു, പക്ഷെ എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷൻ ആയിരുന്നു. ഞാൻ കഷ്ടപ്പാടുകൾ ഒരുപാട് സഹിച്ചു, ഇനി എനിക്കത് വയ്യ എന്നുള്ള രീതിയിൽ പലപ്പോഴും പല വലിയ ആളുകൾ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ഈ ഒരു കുട്ടി ഒരുപാട് അങ്ങ് വളരുന്നില്ല, അല്ലെങ്കിൽ വളർന്നു കഴിഞ്ഞാലും പുറത്തേക്കൊക്കെ വളർന്നുണ്ടെങ്കിലും ഉള്ളിൽ ഈ ഒരു സംതൃപ്തി വരുന്നില്ല. അപ്പൊ ഈ ഒരു മെസ്സേജ് ഇത് പേരൻസിന് തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു വലിയൊരു മെസ്സേജാണ്. ചിലപ്പോൾ ഒരു 40 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ അച്ഛനെ കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കേട്ടാണ്, അല്ലെങ്കിൽ അമ്മയെ കുറ്റം പറഞ്ഞതായിട്ട് കേട്ടാണ്. എന്നെ അച്ഛനാണ് ഈ ഇങ്ങനെയാക്കിയത്, എനിക്ക് ഇതൊന്നും ആയിരുന്നില്ല എന്റെ താല്പര്യം, പക്ഷെ അച്ഛൻ എന്നെ ഇതിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്ന് ചിലപ്പോൾ 40, 45 മരിച്ചുപോയ അച്ഛനായിരിക്കാം. അപ്പൊ ഈ അച്ഛൻ ചിലപ്പോൾ കുഴിമാടത്തിലിരുന്ന് അല്ലെങ്കിൽ സ്വർഗത്തിലിരുന്ന് അല്ലെങ്കിൽ നരകത്തിലിരുന്നിട്ടൊക്കെ ഈ കുട്ടികളെ തെറിയാക്കേണ്ടി വരും. ചിലപ്പോൾ അവര് പേഴ്സണലി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലേക്കും പറഞ്ഞാണ്. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കേസിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞത് കൊടുക്കേണ്ടത് പേരന്റിന് കൂടിയാണ്, കുട്ടിക്ക് മാത്രമല്ല. അവിടെ ഇവരെ രണ്ടുപേരെയും ഒരേ ദിശയിലേക്ക് ചിന്തിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം, നമ്മൾ സഹായിക്കണം. നേരത്തെ പറഞ്ഞ കേസിനെതിരായിട്ട് അപ്പൊ കുട്ടി കൺഫ്യൂസ്ഡ് ആണ്, എന്തെടുക്കണം. പാരന്റ്സ് ഓക്കെയാണ്, ഏത് കുട്ടിയുടെ ഇഷ്ടമാണ് എന്ന് പാരന്റ്സ് ഓക്കെയാണ്, പക്ഷെ കുട്ടി കൺഫ്യൂസ്ഡ് ആണ്, ഏത് സ്റ്റേജിലേക്ക് ഏത് കരിയറിലേക്ക് പോകണം, അത് എന്തിലേക്കാണ് തിരിച്ചു വിടുന്നത്, കുട്ടിക്ക് കൺഫ്യൂഷൻ. അത് അങ്ങനെയാണെങ്കിൽ ഏത് ഏജിലാണ് ഇത് ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് വിടണേ, അതിനെന്താ ചെയ്യാ? അതിന് വേണ്ടത് മോട്ടിവേഷണൽ, ഫസ്റ്റ് വരുന്ന മോട്ടിവേഷൻ ബിൽഡിംഗ് ആണ് വരുന്നത്. ഇതൊരു 8ാം ക്ലാസ്, ഒരു 7ാം ക്ലാസ്, 8ാം ക്ലാസ്സിലൊക്കെയാണ് അധികം നമ്മൾ ചെയ്യേണ്ടത്. അതിന് മുമ്പേ തുടങ്ങുന്നതുകൊണ്ട് വിരോധമില്ല, പക്ഷെ ഒരു 7, 8 മതി. ആ ഒരു 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന പ്രായത്തില് ഈ കുട്ടിക്ക് തന്നെ ഒരു തീരുമാനത്തിലേക്ക് വരണം. പക്ഷെ അങ്ങനെ കുറെ വരുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് കാണുന്നത് എന്തെങ്കിലും പഠിച്ചാൽ മതി, അതൊക്കെ എങ്ങനെയെങ്കിലും പോട്ടെ, അതൊക്കെ പറ്റും, അതൊക്കെ അങ്ങ് നടക്കും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചിന്തയായിരിക്കാം ചിലപ്പോൾ കുട്ടികൾക്കുള്ളത്. അപ്പൊ അവിടെ വേണ്ടത് നമ്മളൊരു കരിയർ കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന നിലയ്ക്ക് വരുമ്പോൾ അങ്ങനത്തെ കുട്ടികളിലേക്ക് നമ്മൾ അവരെ മോട്ടിവേഷൻ, അവർക്ക് ഒന്ന് അവയർനെസ് കൊടുക്കണം. പിന്നെ അവരെ കുറിച്ച് തന്നെ അവർക്ക് ചിന്തിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം, സാഹചര്യം നമ്മൾ കൊടുക്കണം, അതിനുള്ള സെഷൻസ് നമ്മൾ കൊടുക്കണം. അങ്ങനെ വന്ന് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ചിലപ്പോൾ ഒരുപാട് സെഷൻസ് വേണ്ടി വരാം. അതൊരു പേഴ്സണൽ സെഷൻസ് മാത്രമല്ല, 1-to-1 സെഷൻ മാത്രം ആവണമെന്നില്ല. ചിലപ്പോൾ ക്ലാസ്സുകളാവാം, ചിലപ്പോൾ മറ്റു ഉദാഹരണങ്ങളിലൂടെ അങ്ങനത്തെ ഗ്രൂപ്പ് പോലെയുള്ള, അതായത് ഗ്രൂപ്പ് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടല്ലോ,
അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഒരു ഇരുന്ന ഗ്രൂപ്പ് സെഷൻസിലും എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുട്ടി ആ കുട്ടിയുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടിക്ക് തിരിച്ചറിവ് മറ്റു കുട്ടികൾക്ക് തിരിച്ചറിവ് ഉണ്ടാവാന്ന് വരാം. ഈ ഒരു സെഷൻസ് തന്നെ നമുക്ക് പേരൻസുമായിട്ട് വെച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പേരൻസ് അവരുടെ അനുഭവങ്ങൾ പറയുന്നു, അവരെങ്ങനെ വളർന്നു വന്നു, അവരെന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, എങ്ങനെയൊക്കെ വളർന്നു വന്നു. ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പേരൻസ് ഒന്നും ഇത് കുട്ടികളായിട്ട് ഷെയർ ചെയ്ത് കാണില്ല, ഓപ്പൺ അപ്പായിട്ട് ഷെയർ ചെയ്ത് കാണില്ല. ഇതെല്ലാം ഇങ്ങനെ ഈ പേരൻസിന്റെ അനുഭവങ്ങൾ മറ്റ് ചിലപ്പോൾ വേറെ പേരൻസിന്റെ അനുഭവങ്ങളായിരിക്കാം. ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു ഇൻസൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് വരുന്നത് ഒരു മോട്ടിവേഷനും ഒരു ഇൻസൈറ്റും ഒക്കെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ചിലപ്പോൾ എത്ര എഫേർട്ട് ഇട്ടാലും ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ഇൻസൈറ്റ് എന്നൊക്കെ ഉള്ളത് വരാനുള്ള ബുദ്ധിമുട്ട് പല കുട്ടികൾക്കും കണ്ടിട്ടുണ്ട്. അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പ്രൊഫഷണൽ കൗൺസിലർ എടുക്കാം അല്ലേ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ? അതാ വേണ്ടത്. അതെ, അത് പക്ഷെ നമ്മൾ പേരൻസ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ പേരൻസ് പറയുന്നത് കുട്ടികൾ കേട്ടുന്നില്ല. പേരൻസ് പറയുന്ന അതേ കാര്യം തന്നെ വേറെ ഒരു പ്രൊഫഷണൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കേട്ടുന്ന് വരാം. അല്ലെങ്കിൽ പലതിലും പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ച് ടീനേജ് ടൈമിലൊക്കെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണ് വളരെ അധികം. നമ്മൾ സൈക്കോളജി പഠിച്ചവർക്ക് അറിയാലോ പിയർ ഇൻഫ്ലുവൻസ്. അപ്പൊ ഇവരുടെ ഈ പിയർ ടോക്കിലേക്ക് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് ഇടാനായിട്ട് പറ്റിയെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു കുട്ടി ഒരാൾ നമ്മളടുത്ത് കൗൺസിലിംഗ് വന്നു, അപ്പൊ നമ്മൾ അവരോട് ചോദിക്കണം എന്റെ കൂട്ടുകാരൊക്കെയാണ്, ഈ കൂട്ടുകാരെയും കൂടി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ 3-4 കൂട്ടുകാരുണ്ടെന്നിരിക്കാം, ഇവരെയും കൂടി നമ്മളെ സെഷൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവരെയും കൂടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ പിയർ അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ എഫേർട്ട് നല്ലോണം വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എഫേർട്ട് ഇടുകയാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക്. താങ്ക് യു സർ. യെസ്, താങ്ക് യു. സാർ നമസ്കാരം. നമസ്തേ. നമസ്തേ സാർ, എനിക്ക് ക്ലാസിനെ പറ്റി മാത്രമാണ് പറയാനുള്ളത്. അവസ്ഥകളും അനുഭവങ്ങളും അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയെ പറ്റി വളരെ ലളിതമായ രീതിയിൽ ഇത്ര വിശദീകരിച്ചു തന്ന സാറിന് 1000 നന്ദി. സന്തോഷം. ഓക്കെ സാർ, താങ്ക് യു. സർ, നമുക്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ 1-2 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതില് നമുക്ക് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള കരിയർ കൗൺസിലിംഗ് സെന്റേഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചിലർക്ക് പേഴ്സണൽ കരിയർ കോച്ചിങ് എടുക്കുന്നതിനെ പറ്റിയുള്ള സജഷൻസ് അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സർ ചാറ്റ് ബോക്സിൽ. ആയിക്കോട്ടെ. പേഴ്സണലായിട്ട് ഞാൻ കരിയർ കോച്ചിങ് ചെയ്യുന്ന ആളാണ്. ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. സാറിന്റെ ഫോൺ നമ്പർ തരൂ. എന്റെ ഫോൺ നമ്പർ എഴുതിയെടുത്തോളൂ. 94 ഗ്രൂപ്പിൽ ഇടാൻ വെച്ചാൽ എഴുത്തോളൂ. 9481 484 964. 9481 484 964. 96 കഴിഞ്ഞിട്ട് 964 964. പേഴ്സണലായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് കോണ്ടാക്ട് ചെയ്തോളൂ. ഞാൻ പേഴ്സണൽ സെഷൻസ് എടുത്തു തരാം. അതെ. ഓക്കെ, താങ്ക് യു സർ. എന്റെ സ്ഥലം എവിടെയാ? ഞാൻ എറണാകുളത്താണ്. എന്റെ സ്വദേശം കോഴിക്കോടാണ്. എറണാകുളം ചിന്മയ വിശ്വവിദ്യാപീഠ എറണാകുളം വാര്യം റോഡിലാണ് എന്റെ സ്ഥാപനം. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസറാണ് ഞാൻ. പ്രാക്ടീസിംഗ് ആയിട്ട് കരിയർ ലൈഫ് റിലേഷൻഷിപ്പ് കോച്ചാണ്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരെന്താ സർ? ചിന്മയല്ലേ, നമ്മുടെ ചിന്മയ മിഷന്റെ ചിന്മയ വിശ്വവിദ്യാപീഠം. ചിന്മയ വിശ്വവിദ്യാപീഠ. ഓക്കെ സർ. ഓക്കെ, സതീഷ് സർ, താങ്ക് യു. ഇപ്പോ ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നമ്മുടെ ചാറ്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം, കുറെ പേര് അതിന് താങ്ക്സ് അറിയിച്ചിട്ടുണ്ട്. അപ്പം സാറിന് സേവാ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇനി പാർട്ടിസിപ്പൻസിനോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മള്
നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്ന് നമുക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ടീമിനെ പരിചയപ്പെടാനും ഒക്കെ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ നാളെ 7 മണിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ചെറിയൊരു ഇന്ററാക്റ്റീവ് സെഷൻ നാളെ വെക്കാമെന്ന് വിചാരിക്കുന്നു, സെഷൻ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ താല്പര്യമുള്ള എല്ലാവരും കാരണം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് ഷെയർ ചെയ്യുന്നതാണ്. ബാക്കി കരിയർ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യത്തിനും സാറ് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സാറിന് നമ്പർ തന്നെ ഷെയർ സാറിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു സർ. സാർ ഓൾറെഡി നമസ്കാരം പ്ലീസ് സാർ. നമസ്കാരം. സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സാറിന്റെ സേവനം വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ സാറ് പറഞ്ഞത്. എനിക്കൊന്ന് കരിയർ കൗൺസിലിംഗ് ഏറ്റവും അധികം റെലവെന്റ് ആയ ഒരു കാലഘട്ടമാണ് ഇത്. ഇനിയിപ്പം എക്സാമിന്റെ സീസൺ ഓഫ് എക്സാമിനേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെലികോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി സാറായിരിക്കും കേരളത്തിൽ, എനിക്ക് തോന്നുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ കാലിക്കറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഫീൽഡ് സപ്പോസ് അന്നൊരു HIV/AIDS കൗൺസിലിംഗ് ആയിരുന്നെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ആ സമയത്ത് എത്രയോ കുട്ടികൾ ആ സമയത്ത് വിളിക്കാറുണ്ടായിരുന്നു ഒരുപാട്. അപ്പൊ എനിക്ക് തോന്നുന്നു സാറിന്റെ തീർച്ചയായിട്ടും നമ്മൾ സേവ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഞാൻ ചെയ്യാറില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനല്ല, പക്ഷെ ഒരു ലോങ് ടേം ആയിട്ട് ഒരു കരിയർ പാതയിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന രീതിയിലാണ് ഞാൻ എന്റെ പ്രാക്ടീസ്. അത് കുറച്ചൊരു ഒരു പ്രാക്ടീസ് ഒരു ജസ്റ്റ് ഒരു സെഷൻ 2 സെഷനും അല്ല, ഒരു 6 മാസത്തോളം വരുന്ന ഒരു ഇതിലൂടെയാണ് ഞാൻ ചെയ്യാം. അല്ല ശരിക്കും സാറേ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സാണ് ശരിക്ക് മാറ്റം വരുത്താൻ പറ്റുക. കാരണം പെട്ടെന്നുള്ള അതിൽ എത്രമാത്രം റിക്കവറി ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും സാർ നമ്മള് സേവ ഇന്ത്യയുടെ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് നമ്മളൊരു റെക്കോർഡ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സേവനങ്ങള് സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ടിന്റെ ഒരു ഡയറക്ടറി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് പബ്ലിഷ് ചെയ്യും. അപ്പൊ സാറ് നമ്മളത് കോണ്ടാക്ട് ചെയ്യും. തീർച്ചയായിട്ടും സന്തോഷത്തോടെ ചെയ്യാം. ശരണ മേഡം, ഇപ്പൊ നാളത്തെ കാര്യം പറഞ്ഞല്ലോ. നാളെ നമ്മൾ സാറേ ഇത് നാളെ 7th ഡേ 7ാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു സാധാരണ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ടിസിപ്പന്റിനെ പറഞ്ഞു വിടാതെ തന്നെ നമ്മൾ അവരായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ലോങ് ടേം റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ ഒന്ന് ഒരു 30 മിനിറ്റ് ഇന്ററാക്റ്റീവ് സെഷൻ നാളെ നടത്താൻ ഉദ്ദേശിച്ചു. നമ്മൾ നാളെ നമ്മുടെ സെക്രട്ടറി കൂടി ഇതിൽ പങ്കെടുക്കും നാളത്തെ മീറ്റിംഗിൽ. അപ്പൊ അത്തരത്തില് സാധാരണ ഒരു പരിശീലന പരിപാടിയല്ല സേവ ഇന്ത്യയുടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സേവനങ്ങൾ അവരിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാർ. ഒരു വലിയൊരു മഹത്തായ ഒരു സംരംഭമാണ്. അപ്പൊ സാറിന്റെ സഹകരണം തുടർച്ചയായി ഇനിയുള്ള സമയത്ത് ഉണ്ടായിരിക്കും നമുക്ക്. നമസ്കാരം. ശരണ്യ മേഡം. താങ്ക് യു സർ. താങ്ക് യു രാജീവ് സർ.